യെസ് മക്കളെ, നമ്മൾ അടുത്ത ചെയ്യാൻ പോണ 30th മോർണിംഗിലടാ. 30th മോർണിംഗിൽ, അതായത് ചൊവ്വാഴ്ച മോർണിംഗിൽ നടന്ന എക്സാമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അഗെയിൻ വായിക്കാം. മാത്തമാറ്റിക് പ്രൊവിഷൻ ഓഫ് ഇഫ് ദ സം ഓഫ് 20 ടേംസ് ഈസ് ഓക്കെ. ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് ഫസ്റ്റ് 20 ടേംസ് കേട്ടോ, അതായിരിക്കും. 20 ടേംസിന് സമ്മ് 790 പിന്നെ 10 ടേംസിന് സമ്മ് 140. അപ്പോൾ ആദ്യത്തെ 20 ടേംസിന് സമ്മ് ആദ്യത്തെ 10 ടേംസിന് സമ്മ് തന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 15 ടേംസിൻ്റെ സമ്മ് മൈനസ്, അപ്പോൾ എസ് എൻ ഡിനോട്ട്സ് എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് എൻ ടേംസ് ആണ്, ഫസ്റ്റ് എൻ ടേംസ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ പറയണേ. അപ്പോൾ S20 തന്നിട്ടുണ്ട്, S10 തന്നിട്ടുണ്ട്. അതിന് എയും ഡിയും കണ്ടെത്തുക, പിന്നെ മറ്റേ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതന്നെ അല്ലടാ പ്ലാൻ. S10 തന്നിട്ടുണ്ട്. S10 എത്രയാണ്? 790. S10 അല്ല തന്നത്. S10 തന്നത് 145. S20 ആണ് 790. അപ്പോൾ S20 തന്നത് 790. മക്കളെ മാറ്റി എഴുതാൻ അറിയാലോ. S10 ആണെങ്കിൽ 10/2 2a plus n minus 1 into d. അപ്പോൾ 2a plus 9d equal 145. മറ്റേതാണെങ്കിലടാ 20/2 2a plus 19d equal to 790. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻസ് ഒന്നും പ്രശ്നമില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കട്ടിങ് അങ്ങനെ ചെയ്യാം. ഇവിടെ എങ്ങനെയാ? ഇത് 10 ആക്കാം, ഇത് 10 ആക്കും, ഇത് 79 ആവും കേട്ടോ. 79. ഇവിടെ 5 ആവും. 5 145 29. ഓക്കെ, സോ 2a പ്ലസ് അങ്ങനെ എഴുതാം. 2a പ്ലസ് 19dയുടെ ആൻസർ 79 ആണ്. 2a പ്ലസ് 9dയുടെ ആൻസർ 29 ആണ്. ഓക്കെ അല്ലേ? റെഡി. സോ അങ്ങനെയാണെങ്കിൽ അതുവരെ 10dയുടെ വാല്യൂ മക്കളെ 50 ആണ് വരിക. ശരിയല്ല, ഡിയുടെ വാല്യൂ 5 സെറ്റ്. D 5 ആണെങ്കിൽ എത്ര നോക്ക്? D 5 ഇട്ടെടുത്താൽ സിമ്പിളായിട്ട് ഇതിലിട്ടെടുക്കുക. 9 5 45 അല്ലേ? 45 ഒരു വൃത്തിയുടെ കാര്യമാണല്ലോ. നമുക്ക് ആവശ്യം ഉണ്ടാവുമോ? ആവശ്യം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു, കാരണം S15 മൈനസ് S5 ചെയ്യാനല്ലേ ആവശ്യം ഉണ്ടാവും. ഏതായാലും നമുക്ക് അപ്പോൾ നോക്ക്, ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. S15 മൈനസ് S5 ചെയ്യാനാണ്. അപ്പോൾ പറ, 15/2 2a പ്ലസ് 14d അല്ലേ? 14d ഇതാണെങ്കിൽ മൈനസ് 5/2 2a പ്ലസ് 4d അല്ലേ? എടാ ഏനെ കോമൺ എടുക്കുക, 2നെ കോമൺ എടുക്കുക. 2നെ കോമൺ എടുത്താൽ 15/2 മൈനസ് 5/2 ഫസ്റ്റിലുണ്ട്. അടുത്തതാണ് ഡീനെ കോമൺ എടുത്താൽ 15 into 4, അപ്പോൾ 105 മൈനസ് ഇവിടെ 10. കാൽക്കുലേഷൻ മനസ്സിലായി തന്നെ വിചാരിക്കുന്നത് മക്കളെ. ഇതിലാണെങ്കിലും എ കോമൺ ആണ്. അപ്പോൾ 2നെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇതേ മൈനസ് ഇതാവും ചെയ്യാണ്ടാവുക. ഡീനെ കോമൺ എടുത്താൽ പിന്നെ ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ ഇതേ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ട് കട്ടായിട്ട് 7 15 105 വന്നിട്ടുണ്ടാവും. പിന്നെ ആണെങ്കിലടാ ഇവിടെ 8 ആകുമ്പോൾ എത്ര വരിക? 2 10 വന്നിട്ടുണ്ടാവും. റെഡി? കാൽക്കുലേഷൻസ് നോക്കിട്ടോ. അപ്പോൾ 2a ഇൻറ്റു 15/2 ഇത് വരുമ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. പിന്നെ ഇത് മക്കളെ ഡിയുടെ വാല്യൂ നമുക്ക് അറിയാം. ഡിയുടെ വാല്യൂ 5 ആണ്. 5 ഇൻറ്റു 105 95. ഓക്കെ, സോ 2യുടെ വാല്യൂ എത്ര നോക്കിയേ? 2a കണ്ടാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ആശ്വാസമുണ്ട്. ഇതിലേക്ക് ഇട്ടെടുക്കുമ്പോൾ എയുടെ വാല്യൂ 45 ആണ്. അപ്പോൾ 2യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 29 മൈനസ് 9, അപ്പോൾ 45 എന്നല്ല 90യുടെ വാല്യൂ വരിക. 95 ചെയ്ത് 45. ഇവിടെ -15 -16 അല്ലേ? -16. അപ്പോൾ -80 പ്ലസ് 595. 595 100 എത്ര? 25 കൂടെ കുറയ്ക്കണം അല്ലേ? 475. ഓപ്ഷൻ ഉണ്ടോ? 395 ഉണ്ട്. ഭാഗ്യം കുറച്ച് വായിച്ച് അല്ലേ? റെഡി ആണല്ലോ. അപ്പോൾ 475 ഇതാ ബാക്കി. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ബാക്കി ഇതാടാ. എന്തായാലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെയ്തിട്ടുണ്ടാവും വിചാരിക്കും. യെസ്, എത്തിയല്ലോ. ഫുഡ് ഓഫ് പെർപെൻഡിക്കുലർ അല്ലേ? സന്തോഷമായില്ലേ? സോ ഫുഡ് ഓഫ് പെർപെൻഡിക്കുലർ പറയാം. x plus 1/2 അല്ലേ? ഇതാണ് മക്കളെ x plus 1/2 y minus 2/5 equal to z minus 4/1. അപ്പോൾ ആ ലൈനിലേക്ക് നമ്മൾ എവിടുന്ന് വേണം? ഫുഡ് ഓഫ് 1 2 3 അല്ലെ? 1 2 3. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്യണം മക്കളെ? ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. ആ പെർപെൻഡിക്കുലർ എന്തിനെ കണ്ടെത്തണം? ഫൂട്ടിനെ കണ്ടെത്തണം. ഇതാണ് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ശരിയല്ലേ? ഈ പോയിന്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ നമ്മൾ സ്ഥിരം പ്ലാൻ നമുക്കറിയാം. ഇതിലെ ജനറൽ പോയിന്റ് കാണാം, ലൈനിലെ ജനറൽ പോയിന്റ് കാണാം. XYZ പോരട്ടെ ഈക്വൽ ടു കെ എന്ന് ഇക്വേറ്റ് ചെയ്യാം. റെഡി? പറഞ്ഞോടാം. 2k - 1 ഫസ്റ്റത് 2k - 1, പിന്നത്തത് 5k + 2 പിന്നത്തത് k + 4. ഇതാണ് നമ്മുടെ ജനറൽ പോയിന്റ്. ഇനി നമ്മുടെ പ്ലാൻ എന്താ മക്കളെ? ഈ പോയിന്റ് ഇതാണെന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെ ഡയറക്ഷൻ റേഷ്യോ കാണാം. ഈ ജോയിൻ ചെയ്യണം. ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കാണാണ്. എന്നിട്ട് ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് ഡോട്ട് എടുക്കുമ്പോൾ 0, കാരണം 2 പെർപെൻഡിക്കുലർ. അങ്ങനെയാണ് നമ്മൾ കെനെ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ആരത് കാണണം? ഈ ലൈനിന്റെ dr കാണണം. അതിന് കാണും ഇതേ മൈനസ് ഇതിൽ. അപ്പോൾ പറഞ്ഞോടാം. ഒന്ന് 2k - 1 -1, അപ്പോൾ 2k - 2.
പിന്നെ അടുത്താണെങ്കിൽ 5k + 2 മൈനസ്, അപ്പോൾ അത് 5k എന്നാവും, 5k. പിന്നെ അടുത്തതാണെങ്കിൽ k + 4 3 പോയാൽ k + 1 എന്നാവും. എന്നിട്ട് പിന്നെ മറ്റൊരായിട്ട് ഡോട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ *2 * 5 * 1 ശരിയല്ലടാ, *2 * 5 * 1. ഇവിടെ *2 മക്കൾ ഇതൊക്കെ ഞാൻ കുറേ വട്ടം ചെയ്തതാണ്, അതാണ് ഞാൻ എന്ത് ചെയ്യണത് ഒന്ന് ഓൾ ടുഗദർ ഫാസ്റ്റ് ആക്കണത് കേട്ടോ. കാരണം കുറേ വട്ടം നമ്മുടെ ക്ലാസ്സിൽ തന്നെ 3-4 ഡിസ്കഷൻസിൽ ഇത് കയറി വന്ന സാധനമാണ്. ഓക്കെ, ഞാൻ കുറേ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, *1 = 0. കോൺസെപ്റ്റ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റത്തെ ഒരു ഇതിലും കുറേ സമയം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4k - 4 plus 25k plus k plus 1 = 0. പോരട്ടടാ, 4k അപ്പോൾ 30k വരും അല്ലേ, 30k. പിന്നെ നമ്പേഴ്സ് ആണെങ്കിൽ -3, അപ്പോൾ = 3. മക്കളെ കെയുടെ വാല്യൂ 1/10 ആണ്. കെയുടെ വാല്യൂ 1/10, അപ്പോൾ കെയുടെ വാല്യൂ 1/10 ആണെങ്കിൽ ആ പോയിന്റ് എങ്ങനെയൊക്കെ വരിക ഒന്ന് കൂടിക്ക്. 2 ഇവിടെ കേക്ക് 1/10 എടുക്കും, അപ്പോൾ 2/10 - 1 ആവും. 2/10 - 1 എന്ന് പറയുമ്പോൾ -8/10 അല്ലേ, 2/10 - 1. അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ 1/10 കൊടുക്കുമ്പോൾ 5/10 ആവും. 5/10 × 10, അപ്പോൾ ഇതടിക്കുമ്പോൾ 25/10. കാൽക്കുലേഷൻ നോക്കണേ, ഇത് ചിലപ്പോൾ തെറ്റാന്നുണ്ടാവും. k/10 ആണ്, അപ്പോൾ 1/10 കൊടുക്കുമ്പോൾ 40, 41/10. ഞാൻ ചോദിച്ചത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുമ്പോൾ -8/10, അപ്പോൾ ഏതൊക്കെയാണ് -8 + 25 + 41 ഓൾ ഡിവൈഡ് ബൈ മക്കൾ താഴെ എന്താണ് 10 ആണുള്ളത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തത് 17 ആവും. 17 ഉം 48 ഉം 58 5.8. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് ഇത് ശരിക്കും ലിമിറ്റ് ഓഫ് സം ആണ് മക്കളെ. ലിമിറ്റ് ഓഫ് സം ഡിലീറ്റഡ് ആണ് ആക്ച്വലി. ഓക്കെ, ചില റിപ്പീറ്റേഴ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻസിലൊന്നും കയറി വന്നിട്ടില്ല. ലിമിറ്റ് ഓഫ് സം ആണ്. അത് ബേസിക്കലി ലിമിറ്റ് ഓഫ് സം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല. ലിമിറ്റ് ഓഫ് സം അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് സമ്മേഷൻ അല്ലേ, ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലിമിറ്റ് ഓഫ് സം എന്നുള്ള സാധനം വർക്ക് ആവുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ലിമിറ്റ് ഓഫ് സമ്മിന്ന് നമുക്ക് എന്താക്കാനുള്ളത്, പിന്നെ നോർമൽ ഇന്റഗ്രലിലേക്ക് മാറ്റാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഒന്ന് പറയാം. ഓക്കെ, അതിൽ മക്കളെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഇത് ആകുമൊത്തം നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉള്ള സാധനമായിരിക്കും. ലിമിറ്റ് ഓഫ് സമ്മിൽ ക്ലാരിറ്റി ഉള്ള മനുഷ്യന്മാരാണെങ്കിൽ പെട്ടെന്ന് പേരുടെ തീരും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ആസ്പെക്റ്റിലാണ് ഇവിടെ പോകുന്നത്, കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള ആസ്പെക്റ്റിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ R/n ക്രിയേറ്റ് ചെയ്യണം മക്കളെ, R/n. അപ്പോൾ ഒരു ധാരണ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മക്കളെ ഇവിടേക്ക് വരിക. അല്ലാതെ ഇതിപ്പം കാണേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം സിഗ്മ k = 1 to n, r to n ആണ് സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മീൻസ് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന n³ തോന്നുന്ന ആപ്പിൽ ഞാൻ ചെയ്തോ എനിക്ക് സംശയം ഉണ്ടോ, ഏതൊരു ക്വസ്റ്റ്യൻ ലിമിറ്റ് ഓഫ് സം നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്തപ്പോൾ n² + 3k². ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് k/n ക്രിയേറ്റ് ചെയ്യണം. k/ns ആണ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ k/nകളാണ് നമ്മൾ x വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ലിമിറ്റ് n → ∞ സിഗ്മ k = 1 to n. n³ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇവിടെ n² + k² എന്ത് ചെയ്തു, ഒരു ബൈ n² ചെയ്തു. ഇവിടെ റീസൺ ഞാൻ പറഞ്ഞുതരാം പുതിയ ആളുകളോട്. n² + 3k² ബൈ n² ചെയ്തു. മക്കളെ വെറുതെ 2 n² താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വെറുതെ ഒരു n⁴ മൾട്ടിപ്ലൈ ചെയ്യണം, നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത് രണ്ടും കട്ടായ പിന്നെ ഒരു n ഇവിടെ ബാക്കിയുണ്ടാവും. നമ്മൾ പ്രോബ്ലം എങ്ങനെയായി മാറും, ലിമിറ്റ് n → ∞ 1/n. ഓക്കെ, സിഗ്മ k = 1 to n. ഇങ്ങനെയാണ് പ്രോബ്ലം വരിക. 1/, ഇനി മക്കൾ ഈ n² ഉണ്ടാവും 1 + k/n² എന്ന് എഴുതാം അല്ലേ. ഇത് കൊടുക്കും 1 + k/n². ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ പോകും, അതേപോലെ പറഞ്ഞോളി. കാണാം, അതേപോലെ പറഞ്ഞോളി. അതേപോലെ പറയുമ്പോൾ 1 + 3k/n² എന്ന് ആവും. ഇനി ഇതിപ്പോൾ ഈ ടേംസിലേക്ക് മാറി, കെയുടെയും എന്നിൻ്റെയും ഒക്കെ ടേംസിലേക്ക് മാറി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, സമ്മേഷനെ ഇന്റഗ്രൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സമ്മേഷൻ ഇന്റഗ്രൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. 1/n dx വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. പിന്നെ ഇത് k/n മക്കളെ x വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താമെന്നറിയോ, ഇവിടുത്തെ കെയുടെ വാല്യൂ 1 ആകുമ്പോൾ n ഇൻഫിനിറ്റിക്കാണ് പോകുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ k/n എങ്ങോട്ടേക്കാ പോകുക നോക്കാം. കെയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ k/n വാല്യൂ എങ്ങോട്ടേക്കാ പോവുക, n ഇൻഫിനിറ്റിക്കല്ലടാ, n ഇൻഫിനിറ്റിക്കും കൂടെ ആയതുകൊണ്ട് k/n വാല്യൂ എങ്ങോട്ടാ പോവുക, 0 പോവാം. ഇനി കെയുടെ വാല്യൂ n കൊടുക്കുമ്പോൾ k/n വാല്യൂ n/n, n ഇൻഫിനിറ്റിക്കലാണെങ്കിലും 1ക്കാണ് പോവുക. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നുകൂടെ മക്കളെ ലിമിറ്റ് സമ്മേഷൻ ഇന്റഗ്രൽ ആവും. പിന്നെ ലിമിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ
കെ ബൈ എൻ നോക്കാം. എൻ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ കെ ബൈ എൻ എവിടേക്ക് എങ്ങോട്ട് പോകും നോക്കാം. മിനിമം മാക്സിമം കെയുടെ വാല്യൂ 1 ഇട്ടിട്ട് എൻ വരെയാണ് മാറുന്നത്. അപ്പോൾ മിനിമം കൊടുക്കുക, മാക്സിമം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ലിമിറ്റിനെ കിട്ടും 0 to 1 ആണെന്നുള്ളത്. പിന്നെ 1/n dx ആണ്. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, 1/, ആരുണ്ടാവുക ഇങ്ങനെ വരും 1/1 + x² ഇൻറ്റു, കാരണം കെ ബൈ എൻ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 1 + 3x². കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെഡി, നമ്മളതിലേക്ക് പറഞ്ഞിട്ടില്ല. ടാൻവേഴ്സിലേക്ക് എത്തിക്കാൻ മക്കളെ. ടാൻവേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, രണ്ട് ടേംസ് ആക്കി പൊട്ടിക്കണം അല്ലേ. ടാൻവേഴ്സ് x/a നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഞാൻ നേരാണ്ട് ചെയ്തോട്ടെ. കാരണം നോക്ക്, 1 + 3x² എന്ത് ചെയ്താൽ മതി, ഒരു അതേപോലെ. അപ്പോൾ 3 times 1 + x² കുറയ്ക്കുക. 1 + x², 1 + 3x², 3 times 1 + x² കുറയ്ക്കുക. അത് മുകളിൽ ഞാനൊരു ടേം എഴുതിയിരിക്കുന്നത്. അത് ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഒരു ലോജിക്ക് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. മക്കളെ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഇതിൽ വേരിയബിളിനെ ഒഴിവാക്കുകയാണ്. ഇവിടുത്തെ 3x² വന്നപ്പോൾ ഇവിടുത്തെ 3x² ആയി. പക്ഷേ ഇനി എക്സ്ട്രാ നോക്കുക, ഇവിടെ ഒരു 1 ഇവിടെ എന്തുണ്ട്, ഒരു -3 ഉണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ഒരു എക്സ്ട്രാ -2 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി -1/2 പുറത്തിട്ടു. ക്ലിയർ അല്ലേ? നോക്കിക്കോളാം, 1 - 3 -2 ആവും. പിന്നെ ഇവിടെ 3x². അപ്പോൾ ഓക്കെ, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, -1/2 ഇന്റഗ്രൽ 0 to 1. മക്കളെ ഈ ടേമിനെ ഇതിനെ നിങ്ങൾ ഇതിലേക്കും ഡിവൈഡ് ചെയ്യും, അതിലേക്കും ഡിവൈഡ് ചെയ്യും. ഇതിലേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടാവും, എന്നിട്ട് ഇത് കിട്ടും. ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ടാവും. അപ്പോൾ പരിപാടി ഓക്കെ അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തത്. പറഞ്ഞോട്ടെ, ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/1 + 3x² എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/1 + x². അടുത്താണെങ്കിൽ -3/, ആരും കൂടെ വരടാ, 1 + 3x² വരും. 1 + 3x². ഇനി രണ്ടും ടാൻ വേഴ്സ് എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അത് ആദ്യത്തെ ആൾ നല്ല സുഖമായി. ആദ്യത്തെ ആൾ എന്താ, ടാൻ വേഴ്സ് എക്സ് ആണ്. റെഡി. രണ്ടാമത്തെ ആൾ 3 അവിടെ ഉണ്ട്. പിന്നെ ആളെ മനസ്സിലായെങ്കിൽ √3x² മാറ്റി എഴുതാൻ മറക്കല്ലേ. √3x² മാറ്റി എഴുതാൻ മറക്കല്ലേ. സോ അതിന് അപ്പോൾ ആദ്യം തന്നെ ഒരു 1/√3. ഓക്കെ ആണ്, 1/√3. കാരണം ആ √3ന്റെ എഫക്റ്റ് അവിടെ കാണിക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ആരാണ് വരിക, √3x/1 അഥവാ √3x എന്ന് പറയും. ഏത് മുതൽ 0 to 1. അപ്പോൾ -1/2. മക്കളെ പറ, ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/4. അവിടെ 3യും √3 ആവില്ല. ടാൻ ഇൻവേഴ്സ് √3 ആവും. ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറയുമ്പോൾ മക്കളെ π/3. ലോവറിന്റെ ആവശ്യം ഉണ്ടല്ലോ, 0 കൊടുക്കുമ്പോൾ രണ്ടും എന്താവും, 0 ആവും. സോ ആൻസർ എങ്ങനെയാണ്, ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് വൃത്തിയാക്കാൻ തോന്നുന്നു. ഒന്ന് -π/8 വരും. അവിടെ കൊണ്ടുപോയി എഴുതണ്ടോ, ഇത് -π/8 വരും. ഇത് മക്കളെ ഇത് രണ്ടോട് കട്ടാക്കുക അല്ല, ഇത് കട്ടാക്കിയിട്ട് താഴെ √3, അല്ലെങ്കിൽ താഴെ ഓപ്ഷനിൽ 3 ഉണ്ടോ, അല്ല √3 താഴെ ഉള്ളത് നോക്കാം. കൊള്ളാമെന്ന് തോന്നുന്നു, നോക്കട്ടോ. √3 എന്ത്, √3 എന്നാവും. റെഡി അല്ലേ? √3 എന്നാവും. അപ്പോടാ -π/8 മൈനസ് പ്ലസ് ആവും, π/2 √3. എന്താണ് ആൻസർ? π/2 √3 -π/8. ഇതുണ്ട് ഓപ്ഷൻ മക്കളെ. യെസ്, π/2 √3 -π/8. ഓക്കെ, റെഡി അല്ലേ? കാൽക്കുലേഷൻസ് ഈ കോൺസെപ്റ്റ് ആണ്. ഇതൊന്നും പഠിക്കേണ്ടത്, ലിമിറ്റ് ഓഫ് സം ആണ്, ലിമിറ്റ് ഓഫ് എസ് ആണ്. റെഡി. നമ്മൾ NCERT ടോപ്പിക്കിൽ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. പിന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പറയാറുണ്ട്. ഓക്കെ, സമയം കിട്ടുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് പറയാറുണ്ട്. അത് പലതും അങ്ങനെ തന്നെ നമ്മളെ എന്നും പറയുന്ന പോലെ അല്ലേ. അതായത് ഡിലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടും അതിന് പിന്നെ ഇങ്ങനെ വന്നാലും ഒരു പരിധി വരെ കുറച്ചൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. വല്ലാണ്ട് കയറി മേഞ്ഞിട്ടില്ല. ടാൻജന്റ് നോർമൽ ഒന്നും വല്ലാതെ വന്നിട്ടില്ല. സിസ്റ്റം ഓഫ് പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് അധികം വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഓൾ ടുഗദർ കുറച്ചൊരു മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും മക്കളെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ വൈഡാക്കി കളി പഠിത്തം, കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തി കളി. എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ കുറച്ചും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നീറ്റും പിന്നെ റിപ്പീറ്റേഴ്സ് തമ്മിലുള്ള, അല്ലെങ്കിൽ നീറ്റും ആസ്പിരൻസ് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ള സ്കോപ്പിൽ മാത്സ് വന്നു തുടങ്ങേണ്ട ഒരു ചെറിയ പ്രതീക്ഷ. ഒരു നമ്മൾ സാധാരണ ഒരു 4-5 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ 10 വരെയൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും നിങ്ങളെ തോന്നുന്നതെല്ലാം ഷെയർ ചെയ്യേണ്ടി. ഓക്കെ, പക്ഷേ അത് ഓരോ ഇതല്ലേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സമയം എത്തിപ്പോയി, ചെയ്ത് എത്തുന്നില്ല. എനിക്ക് അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായി ചെയ്തെത്തിയില്ല. ദ വാല്യൂ ഓഫ് മാക്സിമം ഏരിയ ഓഫ് പോസിബിൾ ട്രയാങ്കിൾ ABC. മക്കളെ ട്രയാങ്കിൾ ABCയുടെ പോസിബിൾ മാക്സിമം ഏരിയ കണ്ടെത്തണം. എന്ത് തന്നെയാണല്ലോ, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നെയാണ് ABC, പിന്നെ Yയും Xും നമ്മൾ. അപ്പം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്, ഡിഫറൻസിയേഷൻ പ്രോബ്ലം ആണ്. ട്രയാങ്കിളായിട്ട് യാതൊരു ബന്ധമില്ല. ഡിഫറൻസ് ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡിഫറൻസിയേഷൻ പ്രോബ്ലം ആണ്. ഡിഫറൻസിയേഷൻ പ്രോബ്ലത്തിൽ എന്താ, എക്സും വൈയും വേരിയബിൾ ആണ്. അതിൽ എക്സിനെ വൈ നമുക്ക് ആരുടെ ടേംസിലേക്ക് തന്നിട്ടുണ്ട്, എക്സിൻ്റെ ടേംസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത പ്രോബ്ലം കിട്ടും. ഞാൻ ജസ്റ്റ് ആ ട്രയാങ്കിൾ ഒന്ന് പ്ലോട്ട് ചെയ്യാൻ നോക്ക്. ട്രയാങ്കിളിലെ ഒരു സൈഡ് മക്കളെ ഒറിജിൻ ആണ്. എ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. A0 0. ഇനി ബിയും സിയും, ബി എന്ന് പറയുന്നത് x,y റാൻഡം പോയിന്റ് ആണ്. x,y x,y. സി -x,y ആണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നേരെ ഇവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ.
ക്ലിയർ അല്ലേ? കാരണം എന്താ വെച്ചാൽ നേരെ ഓപ്പോസിറ്റിലാണ് ഉണ്ടാവുക. സിയുടെ വാല്യൂ -x, y ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ കാണാൻ പോവാണ്. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കിത് റൈറ്റ് ആംഗിൾ, ഇത് റൈറ്റ് ആംഗിൾ അല്ല, ഇത് ഐസോസ്ലസ് വരാം. ഐസോസ്ലസ് ഓക്കെ അല്ലേ? പിന്നെ ഇവിടുത്തെ ഈ ലെങ്ത് തന്നെയാവും ഇവിടെ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് ഉണ്ടാവുക. കാരണം √(x² + y² ആണ് രണ്ടിലും വരും. ഓക്കെ, നമുക്കൊരു ഹാഫ് BH ചെയ്യാം. ഏരിയ ഹാഫ് BH പോവാം. ഹാഫ് BH ചെയ്യുമ്പോൾ എങ്ങനെയാ? ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് എല്ലാതും അറിയില്ലടാ. പിന്നെ ഈ ലെങ്ത് y അല്ലേ മക്കളെ? ഇത് y അല്ലടാ, ഇത് y അല്ലേ? ഇതാണെങ്കിൽ 2x അല്ലേ? കത്തിയോ? ഇത് 2x ആണുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും. അപ്പോൾ പിന്നെ ഈ ലെങ്ത് x ആണ്, ഈ ലെങ്ത്തും എന്ത് തന്നെയാണ്? ലെങ്ത് വൈസ് പറയുകയാണെങ്കിൽ x തന്നെയല്ലേ ഉണ്ടാവുക. സോ അപ്പോൾ ഏരിയ എന്താ ഉണ്ടാവുക? ഹാഫ് ഇൻറ്റു 2x ഇൻറ്റു എന്ത് വരും? y എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ ആണ്, കുഴപ്പമില്ലല്ലോ. റെഡി. സോ XY ആണ് മക്കളെ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് XY ആണ്. ഓക്കെ എന്ന് വിചാരിക്കണടാ. റെഡി, കുഴപ്പമില്ലല്ലോ. സെറ്റ്. അപ്പോൾ XY ഏരിയ ആണ്. അപ്പോൾ ഇനി ബാക്കി പറ. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനാണ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയനെ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ എനെ മാക്സിമൈസ് ചെയ്യണം. എക്സും വേരിയബിൾ ആണ്, വൈയും വേരിയബിൾ ആണ്. എക്സും വൈയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഒരു കണ്ടക്ഷൻ എന്ന് y = -2x² + 5x ആണ്. സോറി 54x. -2x² + 54x. ഓക്കെ അല്ലേ? സോ ഏരിയ വാല്യൂ -2x³ + 54x² എന്ന് വരും. ഇത് മാക്സിമൈസ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് dA/dx ആണ് -6x² അല്ലടാ, -6x² + 108x. റെഡി അല്ലേ? 108x. റെഡി മക്കളെ. എക്സ് പുറത്തെടുത്താളാടാ. -6x + 108 വരും. എക്സ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കില്ലല്ലോ, ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാ പോയിന്റ്സും 0, 0 എന്ന് വരില്ല. എല്ലാ പോയിന്റ്സും വരില്ല. എക്സ് 0 എന്താ അവസ്ഥ ഉണ്ടാവുക? എക്സ് 0 ആയാൽ ആ കൊളീനിയർ ആയി പോകില്ലടാ. എക്സ് 0 ആയി കഴിഞ്ഞാൽ എന്താ കൊളീനിയർ ആകാൻ കാരണം എന്താ? ഇതെല്ലാതും y ആക്സിസ് തന്നെയല്ലേ ഉണ്ടാവുക മക്കളെ. ഇങ്ങനെ 3 പോയിന്റ്സ് വരും. അപ്പോൾ ഏരിയ മിനിമമാണ്. അപ്പോൾ അതാണ് മിനിമം കണ്ടീഷനാണ്. അപ്പോൾ മാക്സിമം കണ്ടീഷൻ നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് രണ്ട് കേസ് ഇവിടെ കിട്ടും. അതായത് dA/dx 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ രണ്ട് കണ്ടീഷൻ കിട്ടും. എന്തേ കിട്ടുക? എക്സ് 0 കിട്ടും. എക്സ് 0 അത് നടക്കില്ല, അത് മിനിമം കണ്ടീഷനാണ്. പിന്നെ -6x + 108 0. അപ്പോൾ 6x ആർക്ക് ഈക്വൽ ആണ്? 108ന് ഈക്വൽ ആണ്. എക്സിന്റെ വാല്യൂ 108/6 മക്കളെ 1 വരും. 4 48 48 എത്ര? 18 വരും. 18 ആകുമ്പോഴാണ് സാധനം സെറ്റ് ആണ്. അപ്പോൾ dA/d. അപ്പോൾ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല, കാരണം ക്ലിയർ ആണ്, 0 ഒക്കെ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ 18 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 18 ആകുമ്പോഴാണ് ഈ സാധനം എന്താവുന്നത്. ചോദിക്കുന്നത് ഏരിയ എത്രയെന്നാണ്. അപ്പോൾ x × y ആണ് മക്കളെ ഏരിയ. ഏരിയ x × y. x 18 ആണ്. അപ്പോൾ y എത്ര കാണും? y എന്ന് പറയുമ്പോൾ പറഞ്ഞോ, -2 × 18² + 54 × എന്തിനാ അങ്ങനെ കാൽക്കുലേറ്റ് അല്ലേ? 54 × 18 എത്രടാ? 18 പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്താൽ -36 വരും. കഴിച്ചില്ലേ? -36 വരും +54 വരും. ഓക്കെ. -36 മക്കളെ +54. പക്ഷേ ഒരു സുഖമില്ലല്ലോ, വലിയ വാല്യൂ ആണല്ലോ ഇവിടെ വരുന്നത്. നോക്കാം, അവ രണ്ടും മൾട്ടിപ്ലൈ ഉണ്ടല്ലോ അല്ലേ? നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര വരിക? -54ഉം 36ഉം 18 വരും. അപ്പോൾ 18 × 18 ആണ് എന്ത് വരിക? വൈയുടെ വാല്യൂ വരിക. എക്സിൻ്റെ വാല്യൂ 18. അപ്പോൾ ടോട്ടൽ 18 × 18³ മക്കളെ. 18³ എത്ര ഞാൻ കാണണല്ലോ? 324 അല്ലേ? 18² അല്ലേ? 18² എന്ന് പറയുമ്പോൾ 324. 324 × 18 വരും. റെഡി. അപ്പോൾ 4 8s 32, 3 വരും, 2 9 വരും. ബാക്കി 1 3 8 24, 24 25 വരും. 4 2 3. അപ്പോൾ എത്ര വരിക? 2 13. ബാക്കി 1 വരും. 6 അല്ലേ വരിക? 6 7 8 വരും. പിന്നെ 5 വരും. എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ തെറ്റി. അല്ല, അത് തെറ്റിനാ. 5 8 ഓക്കെ. 5 8 3 2 അല്ലേ മക്കളെ? കാൽക്കുലേഷൻ ഷെയറാക്കണേ. റെഡി. ഓക്കെ. സോ അടുത്തതിലേക്ക് വരാം. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ റെഡി ആണ് മക്കളെ. അതിപ്പോൾ ആകെ ട്രിക്കി പാർട്ട് ഒന്നുമില്ല. ഒന്ന് ഫസ്റ്റ് ഏരിയ കാണുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഹാഫ് BH ചെയ്യാനൊക്കെ സെറ്റാണ്. കാരണം എന്താ? ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. അപ്പോൾ ഹാഫ് BH ചെയ്താൽ മതി. പിന്നെ ഇത് എക്സാം അപ്പോൾ ഓക്കെ ആണല്ലേ, കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബാക്കി തന്നെ വൈൻ്റെ ടേംസിൽ എഴുതി വായിക്കണം. ദ റേഞ്ച് ഓഫ് R ഫോർ ദ വിച്ച് സർക്കിൾസ് ആർ കോയിൻസൈഡ് അറ്റ് 2 ഡിസ്റ്റിങ് പോയിന്റ്. 2 പോയിന്റ്സിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ സർക്കിൾസ് ഇങ്ങനെ അല്ലേ? ഇതല്ലേ സിറ്റുവേഷൻ. 2 പോയിന്റ്സിൽ കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അല്ലടാ, ഓരോ കേസുകളാണ്. ഇതിങ്ങനെ, ഇതിപ്പോൾ ടച്ചിങ്, അതായത് എന്താ, അത് ഓരോ കേസായിട്ട് പറയാം. ഇത് ടച്ച് ആവത്ത്, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് ടച്ചായി, ഇങ്ങോട്ടേക്ക് ടച്ചായി, അപ്പോൾ ഒരു പോയിന്റിൽ. പിന്നെ അടുത്തത് ഇത് ഇങ്ങോട്ട് കയറി. പിന്നെ മക്കളെ ഇന്റേണൽ ടച്ചിങ് ഉണ്ട്.
പിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ നമ്പർ ഓഫ് ടാൻജൻസ് കണ്ടിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ അറിയില്ല. നമ്മൾ ഇതില്ല, നമ്മൾ കണ്ടിട്ടില്ല, ഞാനുള്ളത് എടുത്തത്. ഓക്കെ, നമ്പർ ഓഫ് ടാൻജൻസ് കാണും. ഇതിനൊക്കെ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറയട്ടെ, ഇതാണ് കേസ് വേണ്ടത് മക്കളെ. അതായത് രണ്ട് സർക്കിൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കയറി പോകണടാ. അതെപ്പോഴും എങ്ങനെ കയറി പോവാ? ഇപ്പോഴാണ് കയറി പോകാന്ന് വെച്ചാൽ ആ സർക്കിളുകളുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരം, C1 ഉം C2 തമ്മിലുള്ള ദൂരം രണ്ട് റേഡിയസിനേക്കാളും എന്താവണം, സമ്മിനേക്കാളും കൂടുതലാവണം. ഞാൻ കാണിച്ചത്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ ആച്ചു. ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ സെന്ററുകൾ തമ്മിലുള്ള ദൂരം റേഡിയസും കൂടെ കൂട്ടിയാലും R1 R2 കൂട്ടിയാലും ഈക്വൽ ആവും. റെഡിയാണല്ലോ. ഇനി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അതായത് നമ്മളിപ്പോൾ നേരത്തെ വരച്ച് അതിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അല്ലേ. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ C1 C2 ആണ്. അപ്പൊ എന്താ മക്കളെ, റേഡിയസുകൾ തമ്മിലുള്ള ദൂരത്തെ, അതായത് C1 C2 എന്തിനേക്കാളും കുറവാണ്, R1 + R2 കുറവാണ്. ഓക്കെ, R1 R2 കുറവാണ്. പക്ഷെ എന്താവരുത്, R1 - R2 കുറയാനും പാടില്ല. C1 C2 എന്താണ്, R1 - R2 കൂടും കൂടെ വേണം. എന്തിനാ R1 - R2 കൂടുന്നത്? R1 - R2 കൂടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയോ? ഇത് ഇങ്ങനെ വരും. നോക്കി നോക്ക്, എടി ഇതോടെ C1 ആണ്, ഇതോടെ C2 ആണ്. ഇതല്ലേ C1 C2 എന്ന് പറഞ്ഞ ദൂരം. ഈ C1 C2 എന്ന് പറഞ്ഞ ദൂരം എന്താണ് ആക്ച്വലി? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നതല്ലേ. റെഡിയാണല്ലോ. കാര്യങ്ങളൊന്നും കൂടെ നോക്കണേ. ഇതാണ് C1 C2 സെന്റേഴ്സ് തമ്മിലുള്ള ദൂരം. അപ്പൊ അത് R1 നിന്ന് എന്ത് കുറച്ചാൽ മതി, R2 കുറച്ചാൽ മതി. അപ്പൊ അത് കിട്ടും. അപ്പോൾ ഇതാണ് മക്കളെ കണ്ടീഷൻ. മോഡുലസ് വേണമെങ്കിൽ കൊടുക്കുക. R1 - R2 മോഡുലസ് കൊടുക്കുക. ആരാ വലുതെന്ന് അറിയില്ലല്ലോ. ഇതാണ് കണ്ടീഷൻ. R1 - R2 കൂടണം C1 C2, എന്നാലോ R1 + R2 കുറയണം. ഇതാണ് C1 C2 കണ്ടീഷൻ. സെന്റേഴ്സ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്ക് ഇതാണ് പരിപാടി മക്കളെ. രണ്ട് സെന്റേഴ്സ് നമ്മൾ ആദ്യം റേഡിയസുകൾ എത്രയ്ക്കാണ്, ഫസ്റ്റ് റേഡിയസ് അതാണ് R കണ്ടെത്തേണ്ടത് അല്ലേ. ഒന്ന് പറയണം. ഫസ്റ്റ് ഇതിന്റെ സെന്റർ -1, -2 C1 എന്ന് പറയണേ. രണ്ടാമത്തെ സെന്റർ കാണാൻ അറിയാലോ, ഇതിന്റെ പകുതി എടുക്കുക, എന്താ പറയുക 2, 2. റെഡി അല്ലേ, 2, 2. മക്കളെ C1 C2 കണ്ട ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്ത് C1 C2 നമ്മൾ ദൂരം കണ്ണട √3² ഇത് മൈനസ് 4² എന്ന് വരും. അപ്പോൾ ആൻസർ 5 കിട്ടും. അപ്പോൾ C1 C2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി R1 - R2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം മക്കളെ പറഞ്ഞോളി, എവിടെ ഇടാം, R ആണ്. പിന്നെ മറ്റേ ആളെ റേഡിയസ് ഒന്ന് കാണാം. രണ്ടാമത്തെ സർക്കിളിലെ റേഡിയസ് കാണാം. രണ്ടാമത്തെ സർക്കിൾ √G² + F² - C. അപ്പം 2² + 2² - 4 എന്ന് വരും. സോ ആൻസർ 2 തന്നെ കിട്ടും. റെഡി അല്ലേ മക്കളെ, R2 തന്നെയല്ലേ കിട്ടുക. എന്തായാലും കട്ടായിട്ട് R2. അപ്പൊ നോക്കേ, ഒന്നാമത്തെ സർക്കിളിന്റെ അപ്പൊ R1 എന്ന് പറയുന്നത് R ആണ്. അപ്പൊ R - 2 എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ദൂരം 5 ആണ്. എന്നാലോ R + 2 കുറവാണ്. റെഡി അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ R1 - ഇതിന്റെ മിനിമം വാല്യൂ, അതായത് മോഡ് R - 2 വാല്യൂ എന്താണ്, 5 കുറയണം. 5 കൂടണം. അല്ല, എഴുതിയെടുത്ത് മാറിയാണടാ. എന്നൊക്കെ ഞാൻ എഴുതിയെടുത്തോടെ മാറിയാണ്. അതായത് C1 C2 R കുറവാണ്, ഇതിനേക്കാളും കുറവാണ്, അതിനേക്കാളും കൂടുതൽ. കറക്റ്റ് എഴുതുന്നത് ശരിയാണ് കേട്ടോ. ഇനി പറഞ്ഞു മക്കളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് പറയാം. പിന്നെ R - 2 വാല്യൂ എന്താണ്, മോഡ് R - 2 വാല്യൂ എന്താണ്, 5 കുറയണം. അല്ലെങ്കിൽ R + 2 വാല്യൂ R കൂടണം, 5 കൂടണം അല്ലേ. അപ്പോൾ ഇവിടുന്ന് വരെ R വാല്യൂ എന്താ, 3 കൂടുതലാണല്ലേ. ക്ലിയറാ. ഇവിടുന്ന് രണ്ട് പോസിബിലിറ്റികൾ ഉണ്ട്. ഒന്നെങ്കിൽ എന്താ, R വാല്യൂ ഇവിടെ പ്ലസ് ആണെങ്കിൽ R വാല്യൂ ഏതിനേക്കാളും കുറവാണ് മക്കളെ, 7 കുറവാണ് അല്ലേ. കാരണം ഇങ്ങനെ ഇടാം, മോഡ് R - 2 < 5 എന്ന് പറഞ്ഞാൽ അർത്ഥം R - 2 ഏതിന്റെ ഇടയിലാണ്, -5 5 ഇടയിലാണ്. ഇടയാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ -3 ഏതിന്റെയും ഇടയിലാവണം R ഉണ്ടാവേണ്ടത്, 7 ഇടയിലാവണം. റെഡി അല്ലേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ 7 കുറയണം, അതേപോലെ 3 കൂടണം. ഇത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ -3 തൊട്ടിട്ട് 7 വരെയുള്ള എല്ലാവരെയും പറ്റും. ഇവിടെ ആണെങ്കിൽ 3ന്റെ മുകളിലുള്ള എല്ലാവരെയും പറ്റും. അപ്പോൾ ഒന്ന് -3 തൊട്ട് 7 വരെയുള്ള എല്ലാവരെയും പറ്റും, മറ്റേതാണെങ്കിൽ 3ന്റെ മുകളിലുള്ള എല്ലാവരും. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാരാന്ന് ചോദിച്ചാൽ 3 തൊട്ടിട്ട് 7 വരെയുള്ള എല്ലാ ആൾക്കാരും. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് നടത്തിയിരുന്നു. കുറച്ച് പെട്ടെന്ന് കോമൺ സെൻസിലൊക്കെ ചെയ്തു പോകുമായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് സ്റ്റെക്ക് ആയി പോട്ടെ, മീൻസ് മനസ്സങ്ങോട്ട് വർക്കാണല്ലോ, ഒരുമിച്ച് ഇങ്ങനെ പേപ്പർ ചെയ്തുകൊണ്ടൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അല്ല, കുറേ ചെയ്യുമ്പോൾ ഒരു an ellipse whose length of minor axis, ellipse വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ നമുക്ക് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അറിയാം. an ellipse whose length of minor axis equal to half of that. എലിപ്സിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാം. ഞാൻ നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റഡ് ലെവലിൽ ഒന്ന് അത് പറയാതെ ഒറ്റടിക്കാണ് ഫിനിഷ് ചെയ്തിട്ട്, നിങ്ങൾക്ക് 10ാം ക്ലാസ് ഇത് അറിയുന്ന ഒരാൾക്ക് +1 കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താ പറഞ്ഞത്, whose length of minor axis ലെങ്ത് നിങ്ങൾക്ക് അറിയാം 2b ആണെന്ന് അല്ലെ. 2b ആണ് minor axis ലെങ്ത് അറിയാം.
equal to half of the length of focus to focus distance 2c അല്ലേ. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ് 2c. ഇതാണ്. അപ്പൊ 2b എന്ന് പറഞ്ഞത് c ആണ്. ഇത് മറ്റേ എന്റെ ഫോമിലൊക്കെ എഴുതാറുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട, നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ഇതിലായിരിക്കും ഉണ്ടാവുക. ബേസിക്കലി എക്സെൻട്രിസിറ്റി കാണുന്നുണ്ടെങ്കിൽ എ കാണണം. അപ്പോൾ എയും ബിയും സിയും നമ്മളെ റിലേഷൻ ഒന്ന് യൂസ് ചെയ്യാം. a square is equal to b square plus c square എലിപ്സിന്റെ കേസിൽ അല്ലേ. അപ്പോൾ a square is equal to സീന്റെ ടേംസിലേക്ക് എഴുതാം. ബിനെ മാറ്റാം. ബിക്ക് പകരം എന്താ എടുക്കാം? c/2 എന്ന് എഴുതാം. അപ്പോൾ c²/4 എന്നാവും പ്ലസ് c² വിച്ച് മീൻസ് a² എന്ന് പറഞ്ഞാൽ എത്രടാ? 5c²/4. അപ്പോൾ മക്കളെ c/a ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ c²/a² എന്ന് പറഞ്ഞാൽ 4/5 ആവും വരിക. അപ്പോൾ c/a എന്ന് പറഞ്ഞാൽ 2/5. ഓക്കെ, നമുക്ക് എത്ര സിമ്പിളാ അടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. ഡൊമൈൻ ഓഫ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ലോഗിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ലോഗിൻ്റെ കോസ് ഇൻവേഴ്സ് പിന്നെ എന്താ മക്കളെ, അത് ഒരു ഷേപ്പിലാണ് അത് വരുന്നത്. രസമുണ്ടല്ലേ കാണാൻ. പിന്നെ അപ്പോൾ അത് കാണണടാ. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാ പറയാം? എന്തൊക്കെയാ? y = cos inverse of 2 minus mod x by 4. 2 minus mod x by 4. അതിനൊരു മോഡ്ലെസ് വേറെ ഉണ്ട് കേട്ടോ, ബ്രാക്കറ്റ് അല്ല. അത് മോഡ്ലെസ് ആണോ? അത് ബ്രാക്കറ്റ് ആയിരിക്കും. കാരണം കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആൾ -1 തൊട്ട് 1 വരെ വരാമല്ലോ. ഇത് ബ്രാക്കറ്റ് ആയിരിക്കും വിചാരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെയാണടാ. എന്താണ് ലോഗിന്റെ പവറിൽ. അപ്പം ഇതാണ് ശരിയല്ലേ. അപ്പോൾ രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. ഒന്ന് കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ആൾ വരണം, രണ്ട് സൈഡ്സ്. ലോഗ് ആദ്യം പറയാൻ എളുപ്പം അതല്ല. ലോഗിൻ്റെ ഉള്ളിൽ വരുന്ന ആൾ എപ്പോഴും മക്കളെ പോസിറ്റീവ് ആണ്. റെഡിയാണ്. അപ്പോൾ 3 - x വാല്യൂ ഓൾവേസ് > 0 ആണ്. അപ്പോൾ എക്സ് എന്താണ്? <3 ആണ്. റെഡി അല്ലേ? എക്സ് 3നേക്കാൾ കുറവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താവരുത്? ഇത് 1 ആവരുത്. ഇത് 1 ആയി കഴിഞ്ഞാൽ പ്രശ്നം. ഏത്? ഇത് 1 ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? log 1 വരും. അപ്പോൾ log 1 എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അപ്പോൾ അതിനൊരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ എക്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, x <3 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ആരും ഒഴിവാക്കൊണ്ടാണോ? 3നേക്കാൾ കുറവെന്നല്ല പറഞ്ഞത്. അതെ, 3നേക്കാൾ കുറവ്. അപ്പോൾ -∞ തൊട്ട് 3 വരെ പറ്റും. അതിന് 6 പറ്റൂല. ഇതിന് വരെ -∞ തൊട്ട് 3 വരെ പറ്റും, പക്ഷെ 6 പറ്റൂല. ഇത് 1 ആവില്ല. എപ്പോഴാണ് എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണ് മക്കളെ? 2 കൊടുക്കുമ്പോഴല്ലേ. അല്ലെ, ലോഗിന്റെ ഉള്ളിലെ വാല്യൂ 1 ആവില്ല, എക്സിന്റെ വാല്യൂ 2 കൊടുക്കണം. അത് അവിടെ നിന്നോട്ടെ. അപ്പോൾ ചെയ്യാൻ എളുപ്പമുള്ളത് മറ്റേത് 2 - mod x അല്ലടാ, 2 - mod x by 4. അപ്പോൾ -1ന്റെയും 2 - mod x by 4 ഏതിൻ്റെ ഇടയിൽ? 1ന്റെ ഇടയിൽ. ഇൻറ്റു 4 ചെയ്യാം. കൂടെ -4 2 - mod x ഇൻറ്റു 4 അല്ലേ. റെഡിയാണല്ലോ മക്കളെ. ത്രൂ ഔട്ട് -2 ചെയ്യാം. അപ്പോൾ -6 < -mod x < 2 വരും. നെഗറ്റീവിനെ നേരെ സിറ്റുവേഷൻ തിരിയും അല്ലെ. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ സിറ്റുവേഷൻ തിരിയും. പറഞ്ഞോളാം. അപ്പോൾ എന്താ വരിക? -2 < mod x < 6 വരും. 6 വരും. റെഡിയല്ലേ? ഇതാണ് സിറ്റുവേഷൻ. mod xന്റെ വാല്യൂ -2ന്റെയും 6. അപ്പോൾ mod xന്റെ വാല്യൂ -2ന്റെയും എന്തിന്റെയും ഇടയിൽ വരണം? 6ന്റെയും ഇടയിൽ വരണം. ക്ലിയർ അല്ലേ? mod xന്റെ വാല്യൂ ഒരിക്കലും എന്ത് വരില്ല? -2ന്റെ അടുക്ക് വരില്ല. mod xന്റെ വാല്യൂ ഓൾവേസ് മക്കളെ. അപ്പോൾ ചുരുക്കി ഇങ്ങനെ പറയണം, mod x എന്താണ്? < 6 ആണ്. അങ്ങനെ വേണമെങ്കിൽ എന്നെ കൺക്ലൂഡ് ചെയ്യാം. കാരണം എന്താ? mod x -2 ഒരിക്കലും mod xന് വരില്ലല്ലോ. mod xന്റെ വാല്യൂ 6നേക്കാളും കുറവെന്ന് പറഞ്ഞാൽ x ഉണ്ടാവേണ്ട ഏത് മുതൽ ഏത് വരെ? -6 തൊട്ടിട്ട് 6 വരെ. അല്ലേ? ക്ലോസ്ഡ് ഇന്റർവൽ -6 തൊട്ട് 6 വരെ. അപ്പോൾ എക്സിന്റെ റേഞ്ച് -6 തൊട്ട് 6 വരെയാണ്. അപ്പോൾ മറ്റേത് നമ്മൾ മറ്റൊരുത്തുള്ള കണ്ടീഷൻ മക്കൾ ഒന്ന് മാറ്റി ചെയ്താൽ -∞ തൊട്ടിട്ട് ഏത് വരെ പറ്റും? 3 വരെ പറ്റും. എന്നിട്ട് പിന്നെ അതിന് 6 ഒഴിവാക്കാനുണ്ട്, 2നെ ഒഴിവാക്കാനുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആണ്. മക്കളെ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ എങ്ങനെ വരിടാം? ഇത് രണ്ട്. അപ്പോൾ -6 തൊട്ട് 6 വരെയുള്ളതിൻ്റെ ഉള്ളിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി. ഇല്ലടാ, അവിടെ തന്നെ ഫിനിഷ് ചെയ്യാം. -6 തൊട്ട് 6 വരെൻ്റെ ഉള്ളിൽ നമുക്ക് വർക്കാണ് ഏരിയ ഏതാ നോക്ക്. അപ്പോൾ ഏതാ? -6 തൊട്ടിട്ട് 3 വരെ നമുക്ക് പറ്റും. കാരണം ഇത് -∞ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കാര്യം -∞ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയണമെങ്കിൽ -6 തൊട്ടിട്ട് ഏത് വരെ പറ്റും? 3 വരെ പറ്റും. പക്ഷെ അതിന് ആരെടുത്ത് ഒഴിവാക്കണം? 2നെടുത്ത് ഒഴിവാക്കണം. ഇതല്ലേ സിറ്റുവേഷൻ? അതന്നെടാ. അപ്പോൾ -6 തൊട്ടിട്ട് അടിപൊളി 3 വരെ പറ്റും. ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. അതിന് ആരെടുത്ത് ഒഴിവാക്കണം? 2നെടുത്ത് ഒഴിവാക്കണം. അതിന്റെ അർത്ഥം ആൽഫന്റെ വാല്യൂ 6 ആണ്, ബീറ്റന്റെ വാല്യൂ 3 ആണ്, ഗാമന്റെ വാല്യൂ 2 ആണ്. പറ മക്കളെ, 6ഉം 3ഉം 2ഉം 11. ഓക്കെ അല്ലേ? റെഡിയാണ്. അടുത്തിലേക്ക് വാ. ഏതാ ക്വസ്റ്റ്യൻ? ഏത് ടൈപ്പാണ്? അപ്പോൾ x സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇല്ലടാ, വേരിയബിൾ സെപ്പറബിൾ ആണ്. ഓക്കെ, സോ നോക്ക്. എങ്ങനെയാണ്? x² - 1 into dy equal to x³ + 1 plus root of 1 - x² അല്ലേ? 1 - x². സെറ്റ് അല്ലേ? ഓക്കെ ആണ്. സോ ഒരു ഇൻറ്റു dx കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇനി പുറത്തൊരു dx ഉണ്ട്.
മക്കളെ വേരിയബിൾ സെപ്പറബിൾ ഏറ്റവും ബേസിക് പ്രോബ്ലം ആണ്. പിന്നെ നമുക്ക് കാരണം കംപ്ലീറ്റ്ലി അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇല്ല ഇന്റഗ്രൽ ഡി വൈ എന്നുള്ള ടേമിൽ. ബട്ട് നമുക്ക് ഇന്റഗ്രൽ ഡി വൈ ഇസ് ഈക്വൽ കംപ്ലീറ്റ്ലി അവിടെ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ അല്ലേ ഉള്ളൂ അല്ലേ. പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ ആര് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. സെറ്റാണ്, കുഴപ്പമില്ല. ഇന്റഗ്രേറ്റ് രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ്. ഇവിടുത്തെ ഇന്റഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല, y ഈക്വൽ ടു ഇവിടുത്തെ ഇന്റഗ്രേഷൻ കുറച്ച് നേരം ചെയ്യാനുണ്ടാവും അല്ലേ. ആദ്യം ഓക്കെ എക്സ് ക്യൂബ് പ്ലസ് അതിനൊന്ന് നോക്ക് കേട്ടോ. ഇവിടെ നോക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എക്സ് ക്യൂബ് പ്ലസ് 1 ക്യൂബ് അല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 1 ക്യൂബിന് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് ഇന്റഗ്രൽ ആക്കി പൊട്ടിക്കാം. y ഈക്വൽ ടു ഒരു ഇന്റഗ്രൽ എങ്ങനെ ഇടാം, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമുക്ക് ഒന്ന് എങ്ങനെ എഴുതാം മക്കളെ, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ താഴെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അത് സെറ്റ് കേട്ടോ. മറ്റൊരു ഞാൻ തിരിച്ചു എഴുതാം, അങ്ങനെ ഉദ്ദേശം മനസ്സിലായില്ല. അത് കാരണം നമുക്ക് ഇതിന്റെ റൂട്ട് എടുത്ത മാതിരിയല്ല, ഒന്ന് തിരിച്ചു എഴുതിയാൽ ഇങ്ങനെ എഴുതി കൂടെ, മൈനസ് റൂട്ട് ആ പ്ലസ് മാറ്റി മൈനസ് ആക്കി ഇവിടെ എന്ത് എഴുതി 1 മൈനസ് എക്സ് സ്ക്വയറിന് എഴുതി. ഉദ്ദേശം മനസ്സിലായി, എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ആക്കി. അതിന് എന്തിനാക്കിയത്, കാരണം ഇതിന്റെ റൂട്ടാണ് അവിടെ തിരിച്ചെഴുതിയാൽ അല്ലെ. ക്ലിയർ ആണ്, സെറ്റ് കേട്ടോ. അപ്പോൾ പറ ഇത് രണ്ട് തീരുമാനമാവും. ഇതിനെങ്ങനെ എഴുതാം മക്കളെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്. അതിനെങ്ങനെ രണ്ടെണ്ണം പൊട്ടിച്ചാലോടാ, ഇങ്ങനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. കത്തി വിചാരിക്കണം മക്കളെ, എക്സ് സ്ക്വയർ മൈനസ് എക്സിന് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 എഴുതി. ഇതിനെ ഓരോന്ന് കട്ട് ചെയ്യുക. അതായത് എന്ത്, ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു ആര് ബാക്കി ഉണ്ടാവും, 1 മൈനസ് എക്സ് സ്ക്വയർ. എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ഡി എക്സ് ഉണ്ടാവും. റെഡി, ഇനി സുഖമായി ഇത് രണ്ടാക്കും മാറ്റി മാറ്റി ഡിവൈഡ് ചെയ്യും. അപ്പോൾ മാറ്റി മാറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇന്റഗ്രൽ എക്സ് വരും, ഒന്ന് ഇന്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് 1 വരും, ഒന്ന് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് പറഞ്ഞോ. അപ്പോൾ y ഈക്വൽ ടു എക്സിൻ്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. പിന്നെ 1 ബൈ എക്സിൻ്റെത് മക്കളെ ലോഗ് മോഡ് എക്സ്, അപ്പോൾ ലോഗ് മോഡ് എക്സ് മൈനസ് 1 വരും. 1 ബൈ റൂട്ട് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, അപ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. പ്ലസ് നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടെ ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടാനാണ് y ഓഫ് 0 2 ആണ് തന്നത്. എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്, എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. ഇട്ടെടുത്ത് 0 ആവും, 1 വരും 0 ആവും അല്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 0 ലോഗ് 1 വരിക 0 ആവും, പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആവും. അപ്പോൾ c ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ലോഗ് മോഡ് എക്സ് മൈനസ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2. റെഡി അല്ലേ, സെറ്റാണ്. അപ്പോൾ ഇനി പറ y ഓഫ് 1 ബൈ 2 ആണ് ചോദിച്ചത്. y ഓഫ് 1 ബൈ 2 ആകുമ്പോൾ 1 ബൈ 2 ഇട്ട് എടുക്കണം. 1 ബൈ 4 വരും, 1 ബൈ 2 സ്ക്വയർ 1 ബൈ 4, പിന്നെ ഒരു ഇതും കൂടെ വരില്ല. അപ്പോൾ 1 ബൈ 8 വരും, 1 ബൈ 8 വരും. പിന്നെ മക്കൾ 1 ബൈ 2 ഇട്ട് എടുക്കുമ്പോൾ 1 ബൈ 2 മൈനസ് 1, അപ്പോൾ ലോഗ് 1 ബൈ 2 എന്ന് വരും. സൈൻ വേഴ്സ് 1 ബൈ 2 പൈ ബൈ 6 ആണ്, പ്ലസ് 2 വരും. ഒരു ലോഗ് 1 ബൈ 2 ഇങ്ങനെ മൈനസ് ഹാഫ് ലോഗ് 2 എന്ന് എഴുതാം കേട്ടോ. അത് അങ്ങനെയാണോ, എങ്ങനെയാടാ? അതന്നെ ഓപ്ഷൻ സി തന്നെ ആവും മക്കളെ, കാരണം മൈനസ് വരുന്ന ഇതിന് മാത്രമേ ഉള്ളൂ. ഒന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്യാമെന്ന് നോക്ക്. അതായത് 1 ബൈ 8 ഇതും കൂടെ അപ്പോൾ 17 ബൈ 8 അത് കറക്റ്റാണ്. 17 ബൈ 8 മൈനസ് 5 ബൈ 6 അത് തന്നെയാണ്. ലോഗ് 1 ബൈ 2 മാറ്റി ചെയ്ത് ഓക്കെ അല്ലേ. ലോഗ് 1 ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് 1 ബൈ 2 ലോഗ് 2 റേസ് മൈനസ് 1 എഴുതാം. ദാറ്റ് മീൻസ് മൈനസ് ലോഗ് 2. അപ്പോൾ നമുക്ക് 17 ബൈ 8 പ്ലസ് 5 ബൈ 6 ആണ്, മൈനസ് 5 ബൈ 6 ആണ് കിട്ടി. മൈനസ് 5 ബൈ 6 ആണല്ലോ കിട്ടി. കാൽക്കുലേഷൻ തെറ്റിണോ? മൈനസ് 5 ബൈ 6 ഓപ്ഷൻ നോക്കണം കേട്ടോ. പിന്നെ ഇനി ഇതിൽ ഓപ്ഷൻ മിസ്റ്റേക്ക് ആണോ എന്നുള്ള അറിയില്ല, കാരണം മൈനസ് ലോഗ് 2 വരുന്ന ഒറ്റ ടേമേ ഉള്ളൂ. ഓക്കെ, ഒന്ന് കൺഫേം ചെയ്താണ്ട് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ കാൽക്കുലേഷൻ മാത്രം എന്തെങ്കിലും വന്നിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, റെഡി. എ ലൈൻ പാസസ് ത്രൂ 90 പാസ് ചെയ്യുന്നുണ്ട്, മേക്കിംഗ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ്. ഓക്കെ എടാ, ഒരു ലൈന് എക്സ് ആക്സിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എത്ര 90 പാസ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് മക്കളെ? എക്സ് ആക്സിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി വിത്ത് റെസ്പെക്ട്. ഓക്കെ, അപ്പോൾ 90 അബൌട്ട് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. ഏത് ഡയറക്ഷനിലാണ്? വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് മക്കൾ ഏത് ഡയറക്ഷനിലാണെന്ന് പറയണം. അത് ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആട്ടോ, ഏത് ഡയറക്ഷനിലാണെന്നല്ല. ദെൻ മിക്കവരുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് കണ്ടിട്ട് സ്ലോപ്പുകൾ മറ്റേത് 2 - 3 അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ മക്കളെ. ഇപ്പോൾ ഇത് പണിയായല്ലോ. 30 ഡിഗ്രി അപ്പോൾ എത്ര 15 അല്ലേ, 45. സ്ലോപ്പ് 1 ഉള്ള കേസൊന്നും കാണുന്നില്ല. 2 - √3 ഉണ്ട്. അവിടെ അങ്ങോട്ട് ആക്കാം, ക്ലോക്ക് വൈസ് ആക്കാം. ഇനി തെറ്റുണ്ടെങ്കിൽ മക്കളെ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ഒരു ലൈൻ 90 പാസ് ചെയ്യുന്നുണ്ട്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര? 30 ഡിഗ്രി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് എന്ത് ചെയ്തു, അത് റൊട്ടേറ്റ് ചെയ്തു. എത്രയാണ്? 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ 90 പോയിട്ട് മക്കളെ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തപ്പോൾ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒപ്പിക്കാൻ വേണ്ടി ചെയ്യാം.
അതായത് ഞാൻ ക്ലോക്ക് വൈസിലേക്ക് ആക്കാം, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനം എങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇതാണ് ക്ലോക്ക് വൈസ്. അത് എങ്ങനെ ആക്കിയെന്ന ഓപ്ഷൻ 2 - √3 ഉണ്ട്. tan 15 വാല്യൂ 2 - √3 ആണ്. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നോക്കി വെക്കാം. 90 ഇത് 15 ഡിഗ്രി. ഓക്കെ, അതായത് ഇപ്പൊ എന്താ സംഭവിച്ചത്, ഈ പറഞ്ഞ ആള് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഒരു 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു മക്കളെ. അതായത് 30 ഡിഗ്രി സ്ലോപ്പ് ഉള്ള ആള് ആ പോയിന്റിനെ പോയിട്ട്, എങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ പോയിന്റിനെ പോയിട്ടോ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോകും. ഓക്കെ, ക്ലോക്ക് വൈസ്. അത് നമുക്കറിയില്ല, ചിലപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 45 സ്ലോപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെന്നുള്ള അസ്യൂം ചെയ്ത് സ്ലോപ്പ് 1 ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാള് ഇങ്ങോട്ട് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഈ ആംഗിൾ ഉണ്ടായിരുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ ഇത് ഇപ്പം എത്ര ഉണ്ടാവും, 15 ഡിഗ്രിയല്ലേ ഉണ്ടാവും. സോ ആ ഒരു ലൈൻ ഉണ്ട്, ഏതിലൂടെ പാസ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനും ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടോ, അല്ലാണ്ട് എങ്ങനെയാ ചെയ്യാം. ഓക്കെ, അപ്പോൾ പറയടാ, ഒരു ലൈൻ ഇക്വേഷൻ കിട്ടാൻ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് പാസ് ചെയ്യുന്ന പോയിന്റും അടുത്ത മക്കളെ സ്ലോപ്പും. പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ, 0 ആണ്. അപ്പോൾ y - y1 = m × x - x1 അല്ലേടാ. അപ്പോൾ പറ, y മൈനസ് ആരാ മക്കളെ, 90 എന്നാണ്, 0 എന്ന് വരും. m ഞാൻ ടാൻ സ്ലോപ്പ് 15 ഡിഗ്രിയാണ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നുള്ള രീതിയിൽ പോവാണ്. tan 15ന്റെ വാല്യൂ ഓർമ്മ ഉണ്ടോ, 2 - √3, 2 + √3 tan 75, cot 15, 2 + √3 cot 75, 2 - √3 ഒക്കെ പഠിക്കട്ടോ. ഒന്നും ഇല്ലടാ, ഈസിയാണ്. x - 9 അങ്ങനെ ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു. y = 2 - √3 × x - 9, 2 - √3 × x - ഉണ്ട്. ഓക്കെ, റെഡിയാണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. കോംപ്ലക്സ് നമ്പർ ഫോർ ദ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ഇസ് സാറ്റിസ്ഫൈങ്. ഓക്കെ, കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ എന്താ തന്നെ ആഡ് ചെയ്തട്ടെ. ഓക്കെ, അപ്പോൾ മക്കളൊന്ന് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ പറയണേ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ആ കോംപ്ലക്സ് നമ്പർ z ആണ്. x + iy എന്ന് എടുക്കണം, അങ്ങനെ തന്നെ എടുത്ത് നോക്കാം മക്കളെ. നമുക്ക് x + iy എന്ന് എടുക്കാം. പറഞ്ഞു വരുന്നത് z² + എന്ത് വന്നു, iz ബാർ ഉണ്ട്. iz ബാറിന്റെ മോഡുലസ് എന്തിന് മീൻസ് iz ബാർ എന്തിന് ഈക്വൽ ആണ്, 0 ഈക്വൽ ആണ് mod z². x + iy എന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ളിടത്തൊക്കെ z എന്ത് കൊടുക്കുക, x + iy, ഒരു കോംപ്ലക്സ് നമ്പർ ജനറൽ ഫോം. സോ x + z സ്ക്വയർ കാണാൻ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണം കേട്ടോ. അത് x² - y² + i2xy. അറിയാത്തല്ലോ, ജസ്റ്റ് ഒന്ന് ഇതിന്റെ a + b ഹോൾ സ്ക്വയർ കാണാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ i² y² വരുമ്പോൾ അത് -y² എന്നാവും, പിന്നെ 2ab എന്നും കൂടെ. അപ്പോൾ ഇതാണ് z². z ബാറിന് മനസ്സിലായില്ലേ, കോൺജുഗേറ്റ് ആണ്, അത് x - iy എന്നാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ വരും, z² + iz = 0 എന്നാണുള്ളത്. അപ്പോൾ z² പകരം x² - y² plus i2xy. ഓക്കെ, പിന്നെ iz ബാർ എന്നാണ് മക്കളെ. അപ്പോൾ iz ബാർ എന്ന് പറയുമ്പോൾ i × വരും x - iy എന്ന് വരും. സെറ്റ് അല്ലേ, കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണ്. ഒന്ന് ഇതാക്കട, റിയലും റിയൽ ഒന്നുമില്ല. ഈ പ്രോബ്ലം ഇതാണ് മക്കളെ, റിയൽ 0ക്ക് വരികയാണ്, ഇമേജിന് 0ക്ക് അവിടുന്ന് കണ്ടീഷൻ കിട്ടണം. അപ്പോൾ റിയലിനെ പിക്ക് ചെയ്യണം. ഒന്ന് x² - y² ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഒരു റിയൽ വരില്ല. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐയും ഐയും കൂടെ മൾട്ടിപ്ലൈ i² ആവും. പിന്നെ ഇതിനൊരു മുന്നിൽ മൈനസും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ അത് +y ആവും. റെഡി ആട്ടോ മക്കളെ, +y ആവും. പിന്നെ അടുത്താണെങ്കിൽ i2xy ഉണ്ട്, ix ഉണ്ട്, = 0 എന്നാവും. റെഡി ആണല്ലോ, എല്ലാവരും ഓക്കെയാണ്. റെഡി മക്കളെ, രണ്ടും 0ക്ക് സെപ്പറേറ്റ്ലി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ x² - അത് ആദ്യം സോൾവ് ചെയ്യണം, മറ്റേത് ആദ്യം സോൾവ് ചെയ്ത് പെട്ടെന്ന് കിട്ടുന്നതാണ്. -2 + y = 0. മറ്റേ കുറച്ചും കൂടി എളുപ്പമല്ലടാ. അത് അതിനെ കോമൺ എടുത്താൽ പിന്നെ ആരുണ്ടാവുക, 2xy + x അല്ലേ ഉണ്ടാവുക. i എന്തായാലും 0 ആവാൻ പോകുന്നില്ല, അപ്പോൾ ഇതാവും 0 ആവുന്നുണ്ട്. x കോമൺ എടുത്താളോ, അപ്പോൾ എന്താവും 2y + 1 = 0. അപ്പോൾ രണ്ട് ചാൻസ് ആണ്, ഒന്നെങ്കിൽ x 0 ആവാം, അല്ലെങ്കിൽ y വാല്യൂ -1/2 ആവും. x 0 ആണെങ്കിൽ എന്താ വരിക, y² - y = 0. x 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരിക, y² അത് അപ്പുറത്ത് കൊണ്ടുപോയി വന്നിട്ട് y² - y = 0. വൈയുടെ വാല്യൂ എന്തൊക്കെയാവും മക്കളെ, y - 1 എന്നാവുമല്ലോ, y - 1 ആവും. അപ്പോൾ വൈയുടെ വാല്യൂ എന്തൊക്കെയാവാം, 0 ആവാം, 1 ആവാം. അപ്പോൾ എന്തൊക്കെയാവാം പറയടാ, ഒന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതട്ടെ. x 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0 ആവാം, അല്ലെങ്കിൽ x 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആവാം. അപ്പോൾ രണ്ട് ചാൻസസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 + 0i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ, 0 + 1i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇനി വൈൻ്റെ വാല്യൂ -1/2 കൊടുക്കാണ്ട്, വൈയുടെ വാല്യൂ -1/2 ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്താ വരിക, -1/2 കൊടുക്കും. -1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ആവും അല്ലെ. x² പറഞ്ഞോടാ, x² വരുമ്പോൾ -1/4 വരും. പിന്നെ ആണെങ്കിൽ ഇവിടെ ആരും വരും മക്കളെ, -1/2 വരും. അപ്പോൾ അത് -1/2 = 0. അപ്പോൾ x² വാല്യൂ എന്ന് പറയണതാ പോയിട്ട് വന്നിട്ടും 3/4 അല്ലെ, 3/4 ആവും പോയിട്ടുണ്ടാവുക. x² വാല്യൂ 3/4. അപ്പോൾ x ± √3/2.
അപ്പോൾ എന്തൊക്കെയാണ് വൈയുടെ വാല്യൂ 1/2 ആകുമ്പോൾ കുറേ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു +√3/2 പിന്നെ y ഈക്വൽ ടു -1/2. അപ്പോൾ ആ പറഞ്ഞതാണെങ്കിൽ √3/2 +1 -1/2 i ആണ്. അതേപോലെ എക്സ് -√3/2 ആണ്, y -1/2 ആണ്, അപ്പോഴും -√3/2 -1/2 i. ഇത്രയും പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ചോദിക്കുന്നത് ഇതെന്താ വാല്യൂ ഓഫ് മോഡ് സെറ്റ് സ്ക്വയർ മക്കളെ. അപ്പോൾ എല്ലാ പോസിബിലിറ്റികളും ഇനി എന്തെങ്കിലും അഡീഷണലി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം 1 വരും, 1 ഇതിൽ വെച്ചിട്ട് 1 വരും. ഇതിൽ വരുമ്പോഴും 1 തന്നെയാണ് വരുന്നത് അല്ലേ, 3/4 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിന് മുന്നേ ഇവിടുന്നെങ്കിൽ മക്കളെ ചിലപ്പോൾ പ്രോബ്ലം സോൾവ് ആയി കിട്ടുന്നുണ്ടാവും കേട്ടോ. x² + y² ആണ് കാണണ്ടല്ലോ. അപ്പോൾ എവിടെന്നെങ്കിലും വേറെ ഉണ്ടോ നോക്ക്, നമ്മൾ റീറൂട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്തായാലും എങ്ങനെ പോയാലും എല്ലാ കണ്ടീഷനും x² + y² എന്താണ് 1 ആണ്. ഒരു കണ്ടീഷനിൽ x² + y² 0 ആയിട്ടുണ്ട് കേട്ടോ. റെഡി, ആ ഓപ്ഷൻ കാണില്ല. ഏതെങ്കിലും എക്സ്ട്രാ അഡീഷൻ കൊണ്ട് ഉണ്ടാകും. നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. എന്താണ് z ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 0i + 0 എന്നുള്ള കണ്ടീഷൻ പറ്റൂല. പിന്നെ ബാക്കിയുള്ള 3 കണ്ടീഷൻസിൽ വന്നാലും മോഡുലസ് കാണുമ്പോൾ എന്ത് തന്നെ കിട്ടുക, 3/4 + 1/4 ദാറ്റ് ഈസ് തന്നെ. ഓക്കേടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് വെക്ടേഴ്സ് ഇടാ, എയും ബിയും സിയും തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളോട് പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ് ചോദിക്കുന്നത്. ബിയും സിയും തമ്മിലുള്ള ആംഗിളാണ് ചോദിക്കുന്നത്. ഡാറ്റ ഉണ്ട് സീൻ ഇൻ ടേംസ് ഓഫ് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സി ഈക്വൽ ടു അല്ലെ, എങ്ങനെ എഴുതിയത്, സി ഈക്വൽ ടു പറ 2 times a cross b, 2 times a cross b പിന്നെയോ -3b. ഇതാണ് മക്കളെ സി തന്നത്. ചോദിക്കുന്നത് സിയും ബിയും തമ്മിലുള്ള ആംഗിൾ അല്ല. അപ്പോൾ ഡോട്ട് ബി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ബി ഡോട്ട് സി എന്ന് പറയുമ്പോൾ മോഡ് ബി മോഡ് സി കോസീറ്റ. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കോസീറ്റാണ് തീറ്റയാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ എന്താ അറിയില്ല, മോഡ് സി അറിയില്ല. മോഡ് സി നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്ത് തന്നെ കാണാം. ഞാൻ ആദ്യം അത് എഴുതാം. ഇത് നോക്ക്, ഡോട്ട് ബി എടുക്കണം. ഡോട്ട് ബി രണ്ട് സൈഡിലും ഡോട്ട് ബി എടുക്കണം. അപ്പോൾ 2 × b ഡോട്ട് a ക്രോസ് ബി എന്ന് വരും, a ക്രോസ് ബി എന്ന് വരും, -3b ഡോട്ട് ബി ആവും. ഓക്കെ, ഇക്വേഷൻ ത്രൂ ഔട്ട് ഡോട്ട് ബി എടുത്ത്. അപ്പോൾ ഡോട്ട് പിന്നെ കമ്പ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് സീനൊന്നുമില്ല, എവിടെ ഇട്ട് കഴിഞ്ഞാലും ഓക്കെയാണ്. ബി ഡോട്ട് സി എന്ന് പറയുമ്പോൾ മോഡ് ബി മോഡ് സി കോസ് തീറ്റ. ആ തീറ്റ നമുക്ക് കണ്ടെത്തേണ്ട. പ്രശ്നം എന്ന് വെച്ചാൽ മോഡ് സി അറിയില്ല. ഇതല്ല അഡ്വാൻറ്റേജ് കിട്ടി മക്കളെ. ഈ ടേം അങ്ങനെ 0 ആയി പോയി. കാരണം നിങ്ങൾക്ക് അറിയില്ല, ഇത് നമ്മൾ എന്താണ് സ്കാലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ബി ഡോട്ട് a ക്രോസ് ബി എന്ന് വരാം. ബി ഡോട്ട് a ക്രോസ് ബി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അതിൽ ഡിറ്റർമിനന്റ് എഴുതുന്ന ഓർമ്മയില്ലേ, ഫസ്റ്റ് റോ അതിൽ അപ്പോൾ വരുന്ന ബി എൻ ആയിരിക്കും, തേർഡ് റോയിലും വരുന്ന ബി. അപ്പോൾ എന്താമത്തെ 0 ആയിപ്പോയി. ഇപ്പോൾ ഈ ടേം അങ്ങോട്ട് 0. പിന്നെ 3b ഡോട്ട് ബി, ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി സ്ക്വയർ. മോഡ് ബി തന്നിട്ടുണ്ട്. അപ്പം മോഡ് ബി തന്നത് 4. അപ്പോൾ 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 × 3 48 വരും. അപ്പോൾ മക്കളെ മോഡ് ബി നമുക്ക് അതും കൂടെ കൊടുക്കാം. മോഡ് ബിയുടെ വാല്യൂ 4 അല്ലേ, മോഡ് ബിയുടെ വാല്യൂ 4 ഉണ്ടല്ലോ. അപ്പോൾ 4 × മോഡ് സി കോസ് തീറ്റ എന്ന് കിട്ടൂടാ. മോഡ് സി കോസ് തീറ്റ -48. മോഡ് സി കോസ് തീറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും, -12 കിട്ടും. അപ്പോൾ അത് സെറ്റാണ്, അതിൽ സീനില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ സി അറിയില്ല, മോഡ് സി അറിയില്ല. മോഡ് സി കിട്ടാൻ നമുക്ക് ഇത് യൂസ്ഫുൾ ആവും മക്കളെ. അത് ഈ ഡാറ്റ വീണ്ടും രണ്ട് സൈഡിലും മോഡൽസ്. അതിന് മുന്നേ ആദ്യം എഴുതട്ടെ. സി എന്ന് പറഞ്ഞ വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ 2 times a cross b അല്ലേ, 2 times a cross b -3b എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, മോഡ് സി അല്ലേ കിട്ടുന്നത്. ജസ്റ്റ് ഈ രണ്ട് വെക്ടറിന്റെ രണ്ട് സൈഡിലും അങ്ങോട്ട് മോഡലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്താലോ. റെഡി, എപ്പോഴും ചെയ്യാറുണ്ട് മോഡലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ 2a ക്രോസ് b -b 3bയുടെ എന്താണ് മോഡലസ് സ്ക്വയർ. മക്കളെ ഈ മോഡലസ് എടുത്ത് സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. അപ്പൊ മോഡ് എ സ്ക്വയർ എപ്പോഴാണ് കിട്ടുക, എ ഡോട്ട് എ ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഡോട്ട് എ ചെയ്യാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇത് ബേസിക്കലി എന്താ വെച്ചാൽ ഇവിടെ ഡോട്ട് സി തന്നെ ചെയ്യാണ്, ഇവിടെ ഇതേ വെക്ടർ ഡോട്ട് എടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ a - b ഹോൾ സ്ക്വയർ പോലെ തന്നെ എക്സ്പാൻഡ് ആവും. a - b ഹോൾ സ്ക്വയർ പോലെ തന്നെ എക്സ്പാൻഡ് ആവും. നേരത്തെ കൂടെ ചെയ്തിട്ടുണ്ട്, ഏതോ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇത് മുന്നത്തെ പേപ്പറിലാന്ന് തോന്നുന്നു, u - v ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മോഡലസ് ഓഫ് u - vയുടെ സ്ക്വയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതന്നെ എവിടെയും ചെയ്യാൻ പോണത്. അപ്പോൾ പറ, ഒന്ന് 2നെ ആണെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തേക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ 4a ഡോട്ട് a ക്രോസ് ബിന്റെ ഹോൾ സ്ക്വയർ മക്കളെ അല്ലേ. ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 4a ക്രോസ് ബിന്റെ ഹോൾ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ +9 മോഡ് ബിന്റെ സ്ക്വയർ, മോഡ് ബിയുടെ സ്ക്വയർ. ഓക്കെ അല്ല, അത് രണ്ടും ഓക്കെയാണ്. പിന്നെ മറ്റേ നല്ല സുഖമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഉണ്ടായിക്കോട്ടെ, അത് നമ്പറൊക്കെ അവിടെ വരാനുണ്ട്. വേണേ എഴുതാം 2 × 2 × 3 എന്ന് എഴുതാം. പക്ഷെ അതവിടെ ഉണ്ടാവുക a ക്രോസ് ബി, b ഡോട്ട് a ക്രോസ് ബി എന്ന് പറഞ്ഞൊരു സാധനമല്ലേ അവിടെ വരും മക്കളെ. അതായത് നമ്മൾ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ, പിന്നെ അടുത്ത എന്തും കൂടെ വരും a ഡോട്ട് ബി എന്ന് പറയും. 2 times a ഡോട്ട് ബി. അപ്പോൾ ആ ടൈമിനെ കുറിച്ച് നമ്മൾ വറീഡ് ആവണ്ട. ബിക്കോസ് ഈ ടേം എന്തായിക്കോളും 0 ആയിക്കോളും. അപ്പോൾ സീനില്ല. മോഡ് സി സ്ക്വയറിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. മോഡ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു പറ a ക്രോസ് ബിന്റെ മോഡലസിന്റെ സ്ക്വയർ. a ക്രോസ് ബിന്റെ മോഡലസിന്റെ സ്ക്വയർ എങ്ങനെയാ, എയും ബി നമ്മൾ ആംഗിൾ അവിടെയാണ്. ഓക്കെ, എയും ബി നമ്മൾ ആംഗിൾ നമുക്ക് തന്നില്ല, പക്ഷെ ഇത് തന്നെയാണ്. ഇത് നമുക്കൊരു ഡാറ്റ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. a ഡോട്ട് ബി ഹോൾ സ്ക്വയർ പ്ലസ് a ക്രോസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഓർമ്മ ഉണ്ടോടാ, മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ. വേണ്ടിയല്ലേ, അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
സോ അത് പറയാം എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ എത്രയാണ്? എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 അപ്പോൾ 2 സ്ക്വയർ 4 വരും. എ ക്രോസ് ബിയുടെ ഹോൾ സ്ക്വയർ ഇങ്ങനെ നടക്കും ഈക്വൽ ടു മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ. അപ്പോൾ 1 ഇൻറ്റു എന്ത് വരും? 16 വരും. സോ മക്കളെ 16 റൂട്ട് 12 അപ്പോൾ അത് 12 വരും. സോ ക്ലിയർ ആണ്. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം 12 ആണ്. 12 ആ ടേം അങ്ങ് 12 ആവും. അപ്പോൾ 4 ഇൻറ്റു 12 വരും പ്ലസ് 9 ഇൻറ്റു എന്തും വരും. ഇതിന്റെ മോഡുലസ് ബി എന്ന് പറയുന്നത് 4. അപ്പോൾ 4 സ്ക്വയർ 36 അല്ലേ. അപ്പോൾ ഇത് 48. ഇത് 936 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 കാൽക്കുലേഷൻ കാണണ്ടല്ലോ. 36 16 16 9 154 അല്ലേ. ആ ഒരു സ്ക്വയർ ആണോ മക്കളെ? ഏതെങ്കിലും ആയാൽ മതി. 192 വരുന്നത് അല്ലേ. 192 അല്ലേ. ഇതാണ് ആഡ് ചെയ്യുമ്പോൾ 192 വരും. നോക്കാം. മോഡ് സി സ്ക്വയർ 192. അപ്പോൾ മോഡ് സി എന്ന് പറഞ്ഞാൽ റൂട്ട് 192. അപ്പോൾ നമുക്ക് അത് അവിടെ കൊണ്ടിട്ട് എടുക്കാം. നമുക്ക് കോസീറ്റ ഈക്വൾ ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കോസീറ്റ വാല്യൂ മോഡ് സീറ്റ വാല്യൂ റൂട്ട് 190. അപ്പോൾ -12/√192 നോക്കാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കട്ടോ. കോസീറ്റ ഈസ് ഈക്വൽ ടു -12/√192. മക്കളെ റൂട്ട് 192 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 192 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 വരും. പോയിട്ട് വന്നിട്ടും 8 9 അല്ലേ. 9 വരും. ബാക്കി 91 അല്ലേ. 91 ആണ് വൃത്തിട്ട് നമ്പർ. 3 7. ഓക്കെ സോറി 13 7. ഓക്കെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും തെറ്റിയതാ. വേറെ സീനൊന്നുമില്ല. ഒന്നും കൂടെ നോക്കിയേക്കാം. സെറ്റാക്കാം. യെസ് അല്ല റെഡി അല്ല. ഇവിടെ ഒന്നും കൂടെ നോക്കിയപ്പോൾ ഇവിടെ ഇതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇത് മോഡുലസ് എടുക്കണം. ഇവിടെ മോഡുലസ് എടുക്കണം. മോഡുലസ് എടുക്കുമ്പോൾ ഇവിടെ മോഡ് സി സ്ക്വയറിന് വരും. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ചെയ്യുമ്പോൾ ഇതിൻ്റെ 4 എ ഡോട്ട് ബിൻ്റെ സ്ക്വയർ വരും. ഓക്കെയാണ്. ഇതിനെ ചെയ്യുമ്പോൾ 9 ഇൻറ്റു മോഡ് ബി സ്ക്വയർ വരും. പിന്നെ മക്കളെ ഈ ടേമിനെ കുറിച്ച് വറീഡ് ആവട്ടെ, കാരണം അത് 0 ആയി പോയിപ്പോൾ. ഓക്കെ ബി ഡോട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എടുത്തൊക്കെ മാറി ഇവിടെ നോക്ക്. എയും ബി എ ഡോട്ട് ബി തന്നെ. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 4 സ്ക്വയർ 16 ആണ് ഇത് ഇവിടെ വരിക. 16 ആണ് ഇവിടെ വരിക. എ ഡോട്ട് ബിൻ്റെ സ്ക്വയർ നമ്മൾ 2യുടെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇത് 4 + 16 വരും. അവിടെ 2 വരും. 12 വരും. അതൊന്നും കുഴപ്പമില്ലല്ലോ. അതൊക്കെ സെറ്റാണ്. അപ്പോൾ എ ക്രോസ് ബിൻ്റെ സ്ക്വയർ വരുന്നത് മക്കളെ 12 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടിട്ട് കൊടുത്തടാ. 4 ഇൻറ്റു 12 48 വന്നു. 9 ഇൻറ്റു 4 സ്ക്വയർ 16 വന്നു. കാൽക്കുലേഷൻസ് ഇനി ഒന്ന് നോക്കുക നിങ്ങൾ. ഞാൻ ഇനി ഓപ്ഷൻസ് മാച്ച് ഉണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ മക്കളെ. ഒന്നും കൂടെ നോക്കുക. 4 12s 48 എന്നാണ് ഞാൻ എഴുതിയത്. അവിടെയാണ് പ്രശ്നം. 4 12s 48 അല്ല. 4 12s എത്രയാണ്? 60 അല്ല 48 തന്നെയാണ് അല്ലെ. 48 തന്നെയാണ്. അപ്പോൾ അവിടെ കാൽക്കുലേഷൻ 8 ആഡ് ചെയ്യുമ്പോൾ 152 അല്ലെ 192. മക്കൾ നോക്കി വെക്കണം കേട്ടോ. അത് ഇനിയിപ്പോൾ ഇതാണ് എനിക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നണോ എന്നുള്ളത് ഇങ്ങനെ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് അല്ല അങ്ങനത്തെ ഒരു ഓപ്ഷൻസും വർക്ക് ആവുന്നില്ല. ഒന്നും കിട്ടണില്ല. ഓക്കെ സോ ഇനി എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കിയേക്ക്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് റെഡി അല്ലേ. ഓക്കെ ഓപ്ഷൻ മിസ് മാച്ച് ആണ്. എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് അറിയില്ല. ഓക്കെ യെസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. given that s എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. ഇഫ് എ റാൻഡം വേരിയബിൾ അപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി മോഡ് x - y = 5. മക്കളെ ഒരു വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാ ഈ സെറ്റിൽ നമുക്ക് എത്ര പേരുണ്ട്? 10 പേരുണ്ട്. സോറി 10 അല്ല 11 പേരുണ്ട് മക്കളെ. 0 തൊട്ട് 10 വരെ അല്ലേ. 11 പേരുണ്ട്. ആ 11 പേര് നമ്മൾ 2 പേര് എടുക്കുകയാണ്. ഓക്കെ ആ 11 പേരിന് 2 പേര് എടുക്കുകയാണ്. അതിൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. അതായത് എടുത്ത് തന്നെ പിന്നെ എടുക്കാം. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്ന എക്സിന് നമുക്ക് 11 ഓപ്ഷൻ ഉണ്ട്. വൈക്കും നമുക്ക് 11 ഓപ്ഷൻ ഉണ്ട്. 121 ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അത് സാറേ ഇങ്ങനെ 11 × 10 അല്ലേ വേണ്ടെന്നുള്ള ഡൗട്ടിലോടൊക്കെ പറയാടാ. 1 1 2 2 3 3 അങ്ങനെ എടുക്കാതെ നമ്മളോട് പറഞ്ഞത് ഈ സെറ്റിന്ന് 2 ഓർഡേഡ് പേർ എക്സ് വൈ എടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരേപോലെ ആയാലും ഒരു കുഴപ്പമില്ല. അപ്പൊ എക്സ് തന്നെ ആവാം വൈ വന്നു. അപ്പോൾ എക്സ് എടുക്കാൻ 11 ഓപ്ഷൻ ഉണ്ട്. അതേപോലെ വൈ എടുക്കാനും 11 ഓപ്ഷൻ ഉണ്ട്. സോ രണ്ടും കൂടെ ചെയ്യുമ്പോൾ എക്രോസ് ചെയ്യുന്ന അതേ സ്കീം തന്നെ ഓർഡേഡ് പേർ ചെയ്തുന്ന ആ സ്കീം. അപ്പോൾ 11 രീതിയിൽ 121 രീതി നമുക്ക് എടുക്കാം. പക്ഷെ അതിൽ എന്താ നമുക്ക് വേണ്ടത് മക്കളെ? മോഡ് x - y വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ആ രീതിയിലുള്ള അപ്പൊ നമുക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കേസ് എടുത്ത് അങ്ങനെ പോയി നോക്കാം. അതല്ല നല്ല എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 ആണെങ്കിൽ വൈക്ക് എന്തൊക്കെ വാല്യൂസ് പറ്റും? 5നേക്കാളും കൂടണം എന്നാ പറഞ്ഞത്. വൈക്ക് 6 തൊട്ടിട്ട് പറ്റും. എടാ 6 7 8 9 10 5 ഓപ്ഷൻസ് ഉണ്ട്. ഇനി എക്സ് 1 ആണെങ്കിൽ മക്കളെ വൈക്ക് 7 തൊട്ടിട്ടേ പറ്റുള്ളൂ അല്ലേ. ക്ലിയർ അല്ലേ? 7 തൊട്ടിട്ട് 10 വരെ എഴുതാം അല്ലെ. 7 8 9 10. എക്സ് 2 ആണെങ്കിലോ 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ ഏകദേശം കത്തിയില്ല നിങ്ങൾക്ക്. 8 9 10 ആവും വരിക. എക്സ് 3 ആണെങ്കിൽ എന്താവും വരിക? വൈയുടെ വാല്യൂ പിന്നെ എന്ത് വരും? 9 10 വരും. അപ്പോഴല്ല ഡിഫറൻസ്. അപ്പോൾ എക്സ് 4 ആണെങ്കിൽ മക്കളെ വൈയുടെ വാല്യൂ 6 മാത്രമേ പറ്റുള്ളൂ. 10 മാത്രമല്ലേ പറ്റുള്ളൂ. ഇനി എക്സ് 5 ആണെങ്കിൽ സർ അല്ലെ എക്സ് 5 ആണെങ്കിൽ വൈയുടെ വാല്യൂ ഒന്നും പറ്റില്ല അല്ലെ. കാരണം 5 കറക്റ്റ് നടൂല.
അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. റെഡി ആണല്ലോ. എക്സ് 5 ആണെങ്കിൽ 5 - 10 എടുത്താലും 5 ആണ്, 5 - 0 എടുത്താലും 5 ആണ്. അപ്പോൾ പിന്നെ മക്കളെ ആ പോസിബിലിറ്റി അവിടെ ഇല്ല, എക്സ് 5 എടുക്കാൻ പറ്റില്ല. ഇനി എക്സ് 6 എടുത്ത് എടുക്കാം, അതെന്താ ഞാൻ കൂട്ടൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 6 എടുത്താൽ ഇതേ സിറ്റുവേഷൻ തിരിഞ്ഞായില്ല. എക്സ് 6 എടുക്കുമ്പോൾ സപ്പോസ് എക്സ് 6 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് പറ്റുക ആരാവും മക്കളെ? 1 ആവും പറ്റും അല്ലേ? റെഡി അല്ലേ? നോക്കിക്കളാ അന്ന് അല്ല വൈയുടെ വാല്യൂ 1 അല്ലേ പറ്റുക. എക്സ് 6 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 പറ്റുക, വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് എക്സ് 6 എടുക്കുകയാണ്. എക്സ് 6 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 ആവും പറ്റുക. എക്സ് 7 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തൊക്കെയാവും പറ്റുക? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പറഞ്ഞോടാ മക്കളെ, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പറ്റും 2 പറ്റും, ശരിയല്ലേ? 1 2 പറ്റും. ഇനി അപ്പൊ അതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് മക്കളെ. 7 1 എന്നുള്ള പേര് റിപ്പീറ്റ് ചെയ്തോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 7 1 റിപ്പീറ്റ് ചെയ്തിട്ടില്ല, 1 7. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മറ്റേത് കണ്ട് ഡബിൾ അടിച്ചാൽ മതിയായിരുന്നു. അതാണ് ഞങ്ങളോട് പറയാൻ വന്നൊരു കാര്യം. യെസ്, അതായത് ഞാൻ നോക്ക്, ഇപ്പോൾ 6 ഇതിപ്പോൾ വരാൻ പോണ 6 1 എന്നല്ലേ, ഈ ഓർഡർ പേർ വരാൻ പോണ 6 1 എന്നല്ലേ. അത് ഓൾറെഡി വന്നിട്ടുണ്ട്. ആ 6 1 അവിടെ വന്നിട്ടുണ്ടെന്ന് അറിയോ? ഇവിടെ നോക്ക്, 6 1 വന്നിട്ടില്ല, ഏത് വന്നിക്കണേ? 1 6 വന്നിട്ട് 1 6 വന്നിട്ട് ഒരു മിനിറ്റ്. 6 1 പറ്റൂലല്ലോ. 6 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 പറ്റൂലല്ലോ മക്കളെ. വൈ 1 പറ്റൂല, 1 പറ്റൂല കേട്ടോ. കാരണം അത് ഞാൻ എഴുതി മാറിപ്പോയതാണ്. 6ന്റെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ 6 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 എടുത്താൽ കഴിയില്ലല്ലോ. 0 എടുക്കാം. ഞാൻ എഴുതി മാറിയതാണ്. ഓക്കെ, മാറിയതാണ്, എഴുതിയ മാറിയാണ്. 0 ഇവിടെ 0 1 ആവും. ഓക്കെ, അപ്പോഴല്ല നോക്ക്, ഞാൻ പറഞ്ഞു വരണേ, ഇനി പറയാൻ വിചാരിച്ച കാര്യം പറയട്ടെ. നോക്ക്, എക്സ് 0 ആണെങ്കിൽ 0,6 നമ്മൾ എടുത്തതല്ലേ, 0,6 എടുത്തതല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് മാത്രം കാണുക, എന്നിട്ട് ഇൻറ്റു 2 അടിച്ചാൽ മതി മക്കളെ. കാരണം വെച്ചാൽ 0,6 ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വരാണ്ട്? 6,0 വരാണ്ട്. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ എടുത്ത് നോക്ക്, 0,7 വന്നതല്ലേ. അപ്പൊ ഇനി എടുത്ത് വരാനുള്ള 7,0 വരാണ്ട്. അതാണ് പറഞ്ഞത്. 7,1 അവിടെ 1,7 വന്നതല്ലേ. അപ്പൊ ഇനി 7,1 വരാണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒന്ന് കണ്ടിട്ട് ഇൻറ്റു 2 അടിച്ചാൽ പോലെ. അപ്പൊ അതേ പേര് പിന്നെ തിരിഞ്ഞു വരിക ചെയ്യുക. അപ്പൊ ഇത് എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഇത് എത്ര ഉണ്ട്? 5 4 5 4 3 2 1 1 പ്ലസ് 2 അത് എത്ര? 6 10 15 അല്ലേ ഉണ്ടാവും. ഇത് 15. അപ്പൊ 15 അതേപോലെ ഒരു 15 മറ്റോ ഉണ്ടാവും. കാരണം അത് നേരെ തിരിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ എത്ര മക്കളടാ? ടോട്ടൽ 121 ആണല്ലോ. അപ്പൊ താഴെ 121, മുകളിൽ 30 എണ്ണം. സോ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? 3 വെച്ച് ഡിവിസിബിൾ അല്ലല്ലോ. 120 ഡിവിസിബിൾ. അങ്ങനെ തന്നെയാണോ? 30/120. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അത് ഈസിയാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ അടുത്തേക്ക്. ഇത് റിപ്പീറ്റഡ് പ്രോബ്ലം ആണ്. പക്ഷേ ഇതിൽ റിമൈൻഡർ പ്രോബ്ലം ചോദിച്ചില്ലല്ലോ ഈ സെഷനിൽ. ഇതാണ് ചോദിച്ചത് ബൈനോമിയലിന്. ഓക്കെ, സോ അതിന്റെ മുന്നത്തെ നമ്മൾ ഓർമ്മയില്ല. ഞാൻ 7/1/2 പ്ലസ് 11/1/6 മക്കളെ. ഇത് ചിലർ ഷോർട്ട് കട്ട് ഒക്കെ ആയിട്ട് പറയലുണ്ട്. ഞാൻ ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറയാം. റെഡി? ഇതിന് കുറെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, മനസ്സിലായി നോക്കിയാൽ ഞാൻ അങ്ങനെ ഓരോന്ന് വരും. അപ്പം എന്തായാലും ഇതിന് ജനറൽ ടേം കണ്ടിട്ടാണ് എത്ര ഇന്റഗ്രൽ ടേംസ് ഉണ്ടെന്ന് ചോദിക്കണം. അതായത് ഇന്റീജർ ആയിട്ട് കിടക്കുന്ന എത്ര ടേംസ് ഉണ്ടെന്ന്. അപ്പൊ ഇതിന് എന്ത് ചെയ്യേണ്ടത്? ജനറൽ ടേം എഴുതാം. ടേം r+1 എഴുതാം. പറ, ടേം r+1 എന്താ? NCR. അപ്പോൾ 824 CR, 824 NCR. അപ്പോൾ നമുക്ക് A⁻n−r. അപ്പം all raised to 824 - r അല്ലേ? A⁻n−r ഇൻറ്റു എന്ത്? raised to r. ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ NCR A⁻n−r B⁻r. ഇതാണ് മക്കളെ നമ്മുടെ ജനറൽ ടേം. ഓക്കെ, ഇതിൽ എപ്പോഴാണ് ഇൻഡിജർ ടേം ആവുക? ഇൻഡിജർ ടേം ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ടേം r+1 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 824 CR. പറ, അതിന് മുകളിലേക്ക് കൊടുക്കാം. മുകളിലേക്ക് കൊടുക്കുമ്പോൾ എത്രയൊക്കെ വരിക? 7/824 - r ആണ് മക്കളെ. അപ്പൊ 824 - r എന്ന് പറയുമ്പോൾ 412 അല്ലെ. 412 - r/2 എന്ന ടേം വരും. പിന്നെ മറ്റേ ടേം ആണെങ്കിൽ 11 എന്തും വരും ഇടാം, r/6 എന്ന് വരും. സെറ്റ് അല്ലേ? കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ, സെറ്റാണ്. ഓക്കെ, പ്രശ്നമില്ല. ഇനി നോക്ക്, നമുക്ക് ഇതിൽ എന്താ കിട്ടേണ്ടത്? എത്ര ഇന്റിജർ ടേം ഉണ്ടാണ്. അപ്പൊ ഇന്റിജർ ടേം ആവണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പറഞ്ഞ ആളും ഒരു ഇന്റിജർ ആവണം. എപ്പോഴാണ് ഇറാഷണൽസ്? ഇതും ഒരു ഇന്റിജർ ആവണം. അതേപോലെ r/6 ഒരു ഇന്റിജർ ആവണം അല്ലെ. അപ്പോഴല്ലേ നമുക്ക് എന്താ, അതായത് ആറിന്റെ വാല്യൂ മക്കളെ ഒന്നുകൂടെ മാറ്റി പറയാം. ആറിന്റെ വാല്യൂ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴല്ലേ എപ്പോഴത് ഇന്റഗ്രൽ ആവാന്ന് ചോദിച്ചാൽ ഇതിന്റെ പവറിൽ വരുന്നതും ഇന്റിജേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ വർക്ക് ആവുള്ളൂ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, 6 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ആവണം. 6ന്റെ മൾട്ടിപ്പിൾ ആണ് 6. പിന്നെ അതേപോലെ ഇവിടെ എന്താവണം? ഇവിടെ നോക്ക്, -r/2 എന്തും കൂടെയാണ്
മീൻസ് ഐ മൈനസ് 412 എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ഇന്റിജർ കിട്ടും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ 6 വീണ്ടും പറയുകയാണെങ്കിൽ എന്തും കൂടെ ആണ്, 2ന്റെ മൾട്ടിപ്പിളും കൂടെ ആണ്. പിന്നെ കുഴപ്പമില്ല, 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ ഓൾറെഡി എന്തായാലും 2ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആയാൽ മതി മക്കളെ, 6ന്റെ മൾട്ടിപ്പിൾ ആയാൽ മതി. ഏത് വരെ? അപ്പോൾ 824 വരെ 6ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് നോക്കുക. അപ്പോൾ 824 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പറഞ്ഞു 1, ബാക്കി 22 അല്ലടാ, 22ൽ എത്ര വരും? 3 വരും. ബാക്കി മക്കളെ 4, 44 ആണ്. അപ്പോൾ ഇതിൻ്റെ എടുക്കാം കേട്ടോ. അപ്പോൾ പറ 44 വരുമ്പോൾ 42 ആണ് ഡിവിഷൻ 137, അത് കിട്ടി. ഇവിടെ 137 കിട്ടി. ഇനി പറയും ഈ 137 കൂടെ ഇനി ഒരു ചാൻസും കൂടെ ഉണ്ട്. ഏത് ചാൻസും കൂടെ ഉണ്ട്? നമുക്ക് എന്താവാം, ആറിന്റെ വാല്യൂ ഇതും കൂടെ ആയിക്കോട്ടെ, 0 കൂടെ ആയിക്കോട്ടെ. നമ്മള് 824 അതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് ഒക്കെ പറയേണ്ടത്, മീൻസ് ഒരു +1 കൂടെ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാറുണ്ട് എപ്പോഴും അല്ലെ. അതായത് 824 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 124 വരെ 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. എത്ര പേരുണ്ടടാ? 137 പേരുണ്ട്. ആ 137 പേരുടെ കൂടെ ഇനി എന്തും കൂടെ ഉണ്ടാവും. 6=0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, കാരണം 6 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആണ്. കാരണം 6 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 824 എന്ന് വരിക, ഇവിടെ 0 ആയിക്കോളും. അപ്പൊ പിന്നെ 824/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇന്റിജർ ടേം തന്നെയല്ലേ ഉണ്ടാവും. കത്തിക്കണേ, അതൊരു +1ന്റെ റീസൺ മനസ്സിലായിക്കണേ. കാരണം എന്താ, ഇവിടെ എന്തുണ്ട്? ഇവിടെ 1 തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. 1 തൊട്ടിട്ട് 824 വരെയുള്ളതിൽ ഡിവിസിബിൾ ആയിട്ടുള്ള ആളുകളാണ് 137. ഒരു +1 കൂടെ ഉണ്ടാവും. അപ്പൊ എത്രയാണ് ടോട്ടൽ? 137 + 1 138 ഉണ്ട്. റെഡിയാണ്? ഓക്കെ, 137. ഇനി അടുത്തത് നമ്മളെ ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻ ആണ്. അതൊരു ഇന്റഗ്രൽ കാണണം. 9 ഇൻറ്റു അല്ലെ, 9 ഇൻറ്റു ഇന്റഗ്രൽ 0 തൊട്ടിട്ട് 9 വരെ. ഓക്കെ, √10x/x+1. ഇതിന്റെ ഇന്റഗ്രൽ ആൻസർ കാണണം മക്കളെ. പക്ഷേ ഇതിന് എന്താടാ, ഇതിനൊരു ബോക്സ് ഉണ്ട്. ഇതാണ് ഇതിലെ സീൻ. നിങ്ങൾ ബോക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ബോക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ബോക്സിന്റെ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് നേരം അത് ഫുൾ 0 അല്ലെ. പിന്നെ 1 തൊട്ട് 2 വരെ ആകുമ്പോൾ അതിന്റെ വില 1 ആണ്. 2 തൊട്ട് 3 വരെ ആകുമ്പോൾ അതിന്റെ വില 2 ആണ്. 3 തൊട്ട് 4 വരെ ആകുമ്പോൾ, അതായത് എടാ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ചെറിയ ചെറിയ റെക്ടാംഗിൾസിന്റെ ഏരിയ ഇങ്ങനെ കാണാനേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോ നമുക്ക് അറിയേണ്ടത് ഇതാണെങ്കിൽ എക്സ് ഏത് മുതൽ ഏത് വരെ മാറുന്നുണ്ട്? 0 തൊട്ട് 9 വരെ മാറുന്നുണ്ട്. ഈ ടേം ആണ് ബോക്സിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് x 0 കൊടുക്കുമ്പോൾ ഇതിന്റെ വില നോക്കാം. x 0 ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വില 0 ആണ് മക്കളെ അല്ലെ. അല്ലടാ, x 0 ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വില 0 ആണ്. x 9 കൊടുത്തു കഴിഞ്ഞാലോ? x 9 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വില പറയും 9 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വില പറയും 90/10. അപ്പൊ 90/10 9 വരും. അപ്പം യെസ്, അപ്പൊ ആ സമയത്ത് 3 ആണ്. അതായത് ഈ സാധനത്തിന്റെ വില ഏത് മുതൽ ഏത് വരെയാണ് മാറുന്നത്? ഈ ബോക്സിന്റെ ഉള്ളിൽ വരുന്ന ആളുടെ വില 0 തൊട്ടിട്ട് 3 വരെയാണ് മാറുന്നത്. 3ക്ക് എത്തും, മീൻസ് 9 എത്തും. പക്ഷെ അവിടെ ഒറ്റ പോയിന്റിലേ കിട്ടുള്ളൂ, അവിടെ ഏരിയ ഒന്നും എടുക്കാണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇന്റഗ്രേഷന്റെ ഈ ടേം അതാ, ഈ ബോക്സിൽ വരുന്ന ടേം 0 തൊട്ടിട്ട് 3 വരെയാണ് ഇതിന്റെ വാല്യൂ മാറുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 ഇന്റഗ്രൽ ആയിട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഏതാണ്? 0 തൊട്ടിട്ട് ഏതോ ഒരു പോയിന്റ് വരെ ഇതിന്റെ ആൻസർ എന്താവും? 0dx ആവും. മനസ്സിലാക്കണേ, അത് ഏത് പോയിന്റ് ആണെന്നുള്ള ഞാൻ കണ്ടെത്താണ്ട്. ഇനി 1 തൊട്ടിട്ട് 2 വരെ ഞാൻ 2 അത് ഏതാണെന്നുള്ള എനിക്കറിയില്ല. ഏതോ ഒരു പോയിന്റ് തൊട്ടിട്ട് ഏതോ ഒരു പോയിന്റ് വരെ മക്കൾ അതിന്റെ വില 1dx ആവും. ഏതോ ഒരു പോയിന്റ് തൊട്ടിട്ട് ഏതോ ഒരു പോയിന്റ് വരെ അതിന്റെ വില 2dx ആവും. ഇവിടെ താഴെ 3 ആയിരിക്കും. മനസ്സിലായിക്കണോ എന്നുള്ള അറിയില്ല, ഒന്നും കൂടെ. അതായത് പിന്നെ എക്സിന്റെ വില 0 തൊട്ട് 9 വരെ മാറുമ്പോൾ √10x/x+ന്റെ വാല്യൂ മാറുന്നത് ഏത് മുതൽ ഏത് വരെയാണോ? 0 തൊട്ട് 3 വരെയാണ് മാറുന്നത്. ഓക്കെ, 0 തൊട്ട് അതിന് എന്തും കൂടെ എടുക്കാണ്ട്, ബോക്സും കൂടെ എടുക്കാണ്ട്. അപ്പൊ ഇതിന്റെ ബോക്സ് എത്തുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ കുറെ സമയത്തേക്ക് 0 ആയിരിക്കും, കുറെ സമയത്ത് 1 ആയിരിക്കും, കുറെ സമയത്ത് 2 ആയിരിക്കും, കുറെ സമയത്ത് 3 ഉണ്ടാവില്ല. അപ്പൊ 2 വരെ ആയിരിക്കും ഇത് പോകുന്നുണ്ടാവുക. അപ്പൊ മക്കളെ അത് ഏത് മുതൽ ഏത് വരെയാണ് അതിന് 1 കിട്ടുന്നത്, ഏത് മുതൽ ഏത് വരെയാണ് അതിന് 2 കിട്ടുന്നത്, അങ്ങനെ അത് നോക്കി പോരാടാ. ജസ്റ്റ് അല്ലാണ്ട് ഇതിന്റെ ഗ്രാഫ് വരച്ച് ബോക്സ് എക്സൈഡിന്റെ ഗ്രാഫ് വരച്ചതുകൊണ്ട് തന്നെ അത് സ്റ്റെപ്പ് ആയിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. ഇന്റിജർ ആൻസർ ആയിരിക്കും എപ്പോഴും കിട്ടുന്നുണ്ടാവുക ബോക്സിന്. അപ്പൊ ഏത് മുതൽ ഏത് വരെയാണ് ഇതിന് ഇന്റിജർ ആൻസർ കിട്ടുന്നുള്ളത് കണ്ടെത്തിയാൽ പോരെ. അതായത് ഇത് ഏത് മുതൽ ഏത് വരെയാണ് ഇതിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അതായത് ഈ ഉള്ളിൽ വരാൻ പോകുന്ന ആള് എപ്പോഴാണ് 1 ആണെന്ന് കണ്ടെത്തിയാൽ പോരെ. പറയും, ഞാൻ കാണിച്ചില്ല, അപ്പൊ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അപ്പം ഇതാവും. 10x/x+1ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 10x = x+1. അപ്പൊ 9xന്റെ വാല്യൂ 1 ആണ്. xന്റെ വാല്യൂ 1/9 ആവുമ്പോഴാണ് മക്കളെ ഇതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 0 തൊട്ട് 1/9 വരെയുള്ള സമയത്ത് ഇതിന്റെ വാല്യൂ 0 ഉണ്ടാവുക. മനസ്സിലായി വിചാരിക്കണം. ഇനി ഇത് എപ്പോഴാണ് ഇതാവാൻ നോക്കാം. അപ്പൊ 10x/x+2ന്റെ വാല്യൂ എന്താവണം? 2 ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10x = 2x+4 ആണ്. അപ്പൊ 8x = എന്താ മക്കളെ? 4 ആണ്. എക്സിന്റെ വാല്യൂ എത്രടാ? 1/2 ആണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 1/2 ആവുമ്പോഴാണ് ഇതിന്റെ വില എന്താണത്?
2 ആവുന്നത്. അപ്പോൾ ഏത് മുതൽ ഏതുവരെ 1/9 തൊട്ടിട്ട് ഇതുവരെ ഇതാണ്. ഇനി നേരത്തെ ഞാൻ കാണിച്ചത്, അതായത് നമുക്ക് 10x ബൈ ഞാൻ അവിടെ ഏരിയ മാറിയാണ് 10x ബൈ എക്സ് പ്ലസ് 1ന്റെ വാല്യൂ എപ്പോഴാണ് എന്താവുന്നത് 3 ആണ് നോക്കാം അല്ലെ. 3 ആണ് നമ്മൾ ചെയ്തല്ല. 3 ആവുക എപ്പോഴാണ് ആ മാക്സിമം 9 കൊടുക്കുമ്പോഴല്ലേ ആവുക അല്ലേ. റെഡി, അത് ഞാൻ എഴുതിയ മാറി ജസ്റ്റ് കാണിച്ചിടാം. 10x ഈസ് ഈക്വൽ ടു 3x പ്ലസ് 3 എന്നാവും. ഒരു മിനിറ്റ്, ഇത് അങ്ങോട്ട് മാറിയണം, ഒന്ന് അങ്ങോട്ട് ഇടാം. 7x ഈസ് ഈക്വൽ ടു അല്ലേ 3 ആവും. എക്സിന്റെ വാല്യൂ 7/3 ആയിക്കഴിഞ്ഞാൽ 7/3ന്റെ മുകളിലായി കഴിഞ്ഞാൽ 3. നമുക്ക് ഒരു മിനിറ്റ് 9 കൊടു. ഓക്കെ എപ്പോഴാണ് റൂട്ട് എടുക്കാണ്ടാ, ഞാൻ റൂട്ട് എടുത്തിട്ടില്ല, സോറി. അപ്പോൾ ഞാനൊന്ന് ക്ലാരിറ്റി വരുത്താം. മക്കളെ അത് ടോട്ടലി കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഞാൻ ഫസ്റ്റ് 1 ഇക്വേറ്റ് ചെയ്ത പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത് 2 അല്ലടാ 4 ഇക്വേറ്റ് ചെയ്യേണ്ടത്. കാരണം അപ്പോഴല്ലേ കാര്യം നടക്കുള്ളൂ. 4 ഇക്വേറ്റ് ചെയ്യണം. 4 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര വരിക 10x ഈക്വൽ ടു 4x പ്ലസ് 8 എന്നാവും. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6x ഈസ് ഈക്വൽ ടു 8 ആവും. എക്സിന്റെ വാല്യൂ അപ്പോൾ എത്ര വരിക 8/6. 8/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 അല്ലേ. അല്ല 8/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3. അപ്പോൾ അത് 4/3 വരെ കേട്ടോ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു റൂട്ടും കൂടെ എടുക്കാണ്ടടാ. റെഡി, ഓക്കെ അല്ലേ. 4/3 പിന്നെ 4/3 തൊട്ടിട്ട് 9 വരെ മക്കൾ വേണമെന്ന് കൊടുത്തേക്ക്. എപ്പോഴാണ് 9 ആവുക നോക്ക്. 9 ആവില്ല എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആവുമ്പോഴേക്കും അല്ലേ. അപ്പോൾ നോക്ക് എക്സിന്റെ വാല്യൂ ഇത് 9 ആവണം. അപ്പോൾ ഇത് 9 ആവണം എന്ന് പറഞ്ഞാൽ ഇത് എന്താണോടാ 9x ആവണം. ഇവിടെ 9 ആവണം. മീൻസ് ഓക്കെ അല്ലേ, റെഡി അല്ലേ. മീൻസ് ആ റൂട്ടിന്റെ ഉള്ളിലത്തെ വാല്യൂ അപ്പോഴല്ലേ 3 ആവുക. പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അത് തന്നെ കിട്ടുക, 9 തന്നെ കിട്ടുക. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന സ്റ്റെപ്പായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. സോ ഇനി നോക്കിയോ. അപ്പോൾ ഇത് 0 ആയിപ്പോയി. പിന്നെ 1ന്റെ എക്സ്. അപ്പോൾ ഏത് മുതൽ ഏത് വരെ. അപ്പോൾ 4/3 മൈനസ് എന്തുണ്ടാവും 4/3 മൈനസ് 1/9 ഉണ്ടാവും പ്ലസ്. പിന്നെ എടാ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു 2 ഉണ്ട്. അപ്പോൾ 2 പുറത്ത് നിൽക്കാണ്ട് 2 ഇൻറ്റു പിന്നെ ആരുണ്ടാവും 4/3 മൈനസ് 9 മൈനസ് 4/3. 9 മൈനസ് 4/3 മക്കളെ ടോട്ടലായിട്ട് ഒരു പുറത്തൊരു 9 ഉണ്ടല്ലോ ഇൻറ്റു 9. അതങ്ങനെ ചെയ്തേക്കാം. അപ്പോൾ ഇത് 12 ആവും. ഇത് 12 ആവും. ഇവിടെ -1 ആവും. ഇവിടെ 9 ഇൻറ്റു 9 വരും. 9 ഇൻറ്റു 9 81. 81 വരുമ്പോൾ 162 വരും. 162 വരും. ഇവിടെ 9 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 അപ്പോൾ ഇവിടെ 24 ആവും. റെഡി അല്ലേ. നോക്കാം അല്ലേ. കാൽക്കുലേഷൻസ് ഒക്കെ ഓക്കെ അല്ലേ, നോക്കിക്കോളാം. അവിടെ -12 വരും. -12 ഇവിടെ -13 ആവും. 162 13 പോകണം അല്ലെ. 13 പോകുമ്പോൾ 149. എങ്ങനെയാ ഓപ്ഷൻസ് ഉള്ളതാണോ എന്താണെന്നുള്ള അറിയില്ല. നമുക്ക് തെറ്റ് വന്നിട്ടില്ല എന്ന് വിചാരിക്കും. കാൽക്കുലേഷൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, നോക്കണേ. ഇനി കാൽക്കുലേഷൻ തെറ്റ് ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയട്ടെ. നല്ല പ്രോബ്ലം ആണ്. കാരണം ഇത് പിന്നെയും ചോദിക്കാൻ പറ്റിയൊരു പ്രോബ്ലം ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിന്റെ ഇതാണ് മെയിൻലി. ഇതാണ് ബോക്സ് വന്നിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ എക്സ് ആണെങ്കിൽ മാറുന്നത് ഏത് മുതൽ ഏത് വരെയാണ് 0 തൊട്ട് 9 വരെയാണ്. പിന്നെ ആണെങ്കിൽ റൂട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, റൂട്ട് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ വാല്യൂ പിന്നെ റൂട്ട് ഇവിടെ 9 കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ വരുന്നത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന ആൻസർ 9 ആണ്. വിച്ച് മീൻസ് 3 ആണ് കിട്ടാൻ പോകുന്നത് ഫൈനലി ബോക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സാധനം 0 കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുക. അപ്പോൾ 0 തൊട്ട് 9 വരെ വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ 0 തൊട്ട് 9 വരെ 0 തൊട്ട് 3 വരെ വേരി ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ മക്കളെ 0ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, പിന്നെ 1 സ്റ്റെപ്പ് ഉണ്ടാവും, പിന്നെ 2 സ്റ്റെപ്പ് ഉണ്ടാവും. 2 സ്റ്റെപ്പ് ലാസ്റ്റ് കഴിഞ്ഞോടുകൂടി 3ക്ക് ജസ്റ്റ് ചാടുള്ളൂ, അവിടെ ഏരിയ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏത് മുതൽ ഏത് വരെയാണ് 0 ആവുന്നത് അപ്പോൾ അതിന് ഏരിയ ഇല്ല. പിന്നെ ഏത് മുതൽ ഏത് വരെയാണ് 1 ആവുന്നത്, ഏത് മുതൽ ഏത് വരെയാണ് 2 ആവുന്നത്. അപ്പോൾ 1ഉം 2 ആവണ പോയിന്റ്സ് കണ്ടെത്തി വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ അല്ലെ. നോക്കിയേക്കണം കേട്ടോ, കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലം ആണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, വായിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കണം മക്കളെ. ഓക്കെ, ജി ഡാഷ് ഓഫ് 3/2 തന്നിട്ടുണ്ട്. ജി ഡാഷ് ഓഫ് 3/2 നോക്കാം. ജി ഡാഷ് ഓഫ് 3/2 തന്നിട്ടുണ്ട്. അത് എന്തിന് ഈക്വലാ, ജി ഡാഷ് ഓഫ് 1/2 ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ജി ഡാഷ് ഓഫ് 3/2 ജി ഡാഷ് ഓഫ് 1/2 ഈക്വലാന്ന് തന്നിട്ടുണ്ട്. മക്കളെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് 3/2 തന്നിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് 1, അത് രണ്ട് ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എഫ് ഡബിൾ. ഓക്കെ എത്ര റൂട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഗ്രാഫ് വരച്ചാലേ നമുക്ക് മനസ്സിലാവും. എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി പറയുന്നത്. ഓക്കെ, 0 തൊട്ട് 2 വരെയാണ് കാര്യങ്ങൾ മാറുന്നത്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അതായത് എഫ് ഡാഷ് എക്സ് കണ്ടാലേ കാര്യങ്ങൾ കിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് എന്താ, ഹാഫ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് 2 - 6. ഇതാണ് ആര് വരുന്നത്, എഫ് ഓഫ് എക്സ് വരും. ശരിയല്ലേ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ്.
അപ്പോൾ എഫ് ഡാഷ് ഓഫ് അത് തന്നിട്ടുണ്ടല്ലോ നമുക്ക് ഡാറ്റ. നമുക്ക് ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു നോക്കാം. എഫ് ഡാഷ് എക്സ് എന്താ വരിക മക്കളെ? എഫ് ഡാഷ് എക്സ് വരിക 1/2 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് മൈനസ് ആവും അല്ലേ? മൈനസ് ആവും, കാരണം ഉള്ളിൽ 2 മൈനസ് എക്സ് ചെയ്യണം. ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് ഇതല്ലേടാ മക്കളെ? ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് വരിക, കാരണം ആദ്യം ജി ഡാഷ് ഓഫ് 2 മൈനസ് എക്സ് എഴുതും, പിന്നെ ഉള്ളിൽ കയറും, ഉള്ളിൽ 2 മൈനസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 നമുക്ക് കിട്ടുക. ഇതാണ് ജി ഡാഷ് ഓഫ് എക്സ് കിട്ടുന്നത്. ഓക്കെ, റെഡി. നമ്മളോട് പറയണത് ജി ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് 3/2 എഫ് ഡാഷ് ഓഫ് 1/2 ഈക്വൽ ആണ്. ആ ഡാറ്റ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും നോക്കി നോക്കാം. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. എഫ് ഡാഷ് ഓഫ് 3/2 ഒന്ന് കണ്ടു നോക്കാം. എഫ് ഡാഷ് ഓഫ് 3/2 എന്താ വരിക? എഫ് ഡാഷ് ഓഫ് 3/2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ജി ഡാഷ് ഓഫ് 3/2. ഓക്കെ, ജി ഡാഷ് ഓഫ് 3/2. ഓക്കെ മക്കളെ, 2 മൈനസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 അല്ലടാ, അപ്പോൾ ജി ഡാഷ് ഓഫ് 1/2 എന്നാണ് വരിക. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 3/2യുടെ വാല്യൂ എന്താണ്? 0 ആണ്. എഫ് ഡാഷ് ഓഫ് 3 അതേപോലെ എഫ് ഡാഷ് ഓഫ് 1/2 എന്തായാലും 0 വരിക. ഞാൻ കാണിച്ചുതരാം, ഞാൻ എഴുതുന്നില്ല, നോക്ക്. എഫ് ഡാഷ് ഓഫ് 1/2 കാണുമ്പോൾ ഇവിടെ 1/2 എന്ന് കൊടുക്കും. 1/2 കൊടുക്കുമ്പോൾ ഇത് 1/2 എന്ന് വരും. ഇതാണെങ്കിൽ എന്ത് വരും? 2 മൈനസ് 1/2 3/2 എന്ന് വരും. അപ്പോൾ അതും 0 ആവണം മക്കളെ, സെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റിൽ എന്താണ്? ഇത് രണ്ട് 0 ആണ്. എഫ് ഡാഷ് ഓഫ് 1/2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് 0 ആണ്, രണ്ട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് 0 ആണ്, രണ്ട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നോക്കാം. നമുക്കിപ്പോൾ എഫ് ഓഫ് എക്സിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം? ഞാൻ കൂടെ നോക്കാം. എഫ് ഡാഷ് ഓഫ് 1/2 തന്നിട്ടുണ്ട്. യെസ്. പിന്നെ പോയിട്ട് വന്നിട്ടും നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കടാ. പിന്നെ 1/2 ഉണ്ട്, 1 ഉണ്ട്. 1ന്റെ അവസ്ഥയിൽ എന്താ? യെസ്, 1 ആവുമ്പോൾ മക്കളെ രണ്ടും 2ന്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ? 2ന്റെ അപ്പുറത്തും ഇപ്പുറത്താവുമ്പം പക്ഷേ രണ്ടും ഒരേപോലെ അല്ലേ വരിക? ജി ഡാഷ് ഓഫ് 1ന്റെ വാല്യൂ, അതായത് ഇവിടെ ജി ഡാഷ് ഓഫ് 1 ഇവിടെ അതേപോലെ എക്സ് നമ്മൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആണ്. അത് ഒരു പറഞ്ഞിട്ട് ആവശ്യമില്ല, കാരണം മനസ്സിലായോ? എഫ് ഡാഷ് ഓഫ് 1ഉം 0 അല്ലേ വരിക? നോക്ക്, അതെന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ എക്സ് നമ്മൾ 1 ഇട്ടു, എഫ് ഡാഷ് ഓഫ് 1 കാണാൻ പോകണം. 1 കാണാൻ പോകുന്ന സമയത്ത് ഇവിടെ ഡിജിറ്റ് ഓഫ് 1ഉം വരും, അതേപോലെ ജി ഡാഷ് ഓഫ് എന്ന് വരും, 2 മൈനസ് 1ഉം വരും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡബിൾ ഡാഷിന്റെ കണ്ടീഷൻസ്, സോറി എഫ് ഡാഷിന്റെ കണ്ടീഷൻസ് ഫുള്ള് കിട്ടി. ഓപ്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഫ് ഡബിൾ ഡാഷിന്റെ കണ്ടീഷൻസ് ആണ്. ഏത് മുതൽ ഇതുവരെ 0 to 2ലും 0 to 1ലാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി 1 റൂട്ട് ഞാൻ പറയുന്നത് എഫ് ഡാഷ് എക്സിന് മീൻസ് 0 തൊട്ട് 2 വരെ നോക്കുമ്പോൾ എഫ് ഡാഷ് എക്സിന്റെ അവസ്ഥ നോക്ക്. എഫ് ഡാഷ് എക്സ് 0 ആണത് ഏതിലൊക്കെ ഉണ്ട്? 1ലുണ്ട്, 1/2ലുണ്ട്, 3/2ലുണ്ട്. അപ്പോൾ 3 റൂട്ട്സ് ഉണ്ട് 0 to 2ല്. മക്കളെ അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സിനടാ 2 റൂട്ട് ഉണ്ടാവില്ലേ? മിനിമം 2 റൂട്ട് ഉണ്ടാവില്ലേ? ഓക്കെ അല്ലേ? റെഡി? അറ്റ്ലീസ്റ്റ് 2 റൂട്ട്സ് ബിറ്റ്വീൻ 0 and 2 അല്ലേ ഉണ്ടാവും. ഓക്കെ ആണോ മക്കളെ? അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റോൾസ് തിയറത്തിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയണമല്ലോ കൃത്യമായിട്ട്. റോൾസ് തിയറത്തിൽ നമ്മൾ എന്താ പറയണത്? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് ഇവിടെ എഫ് ഓഫ് എ ഈക്വൾ ടു എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് എ ഈക്വൾ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ അല്ലേ, ഒരു ഏലൊരു റോൾസ് തിയറം നമ്മൾ ഡിലീറ്റഡ് ആവേണ്ട, ഈവൻ ദോ ജസ്റ്റ് കോൺസെപ്റ്റ് പറയട്ടെ. എന്തൊക്കെ കണ്ടീഷൻസ്? ഒരു ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, പിന്നെ എഫ് ഓഫ് എ ഈക്വൾ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ? ആണല്ലോ. അപ്പോൾ അതേ കോൺസെപ്റ്റ് ഇവിടെ മാറ്റി വെച്ച് നോക്ക്. നമുക്കറിയാം ഇവിടെ എഫ് ഡാഷ് ഓഫ് 1ഉം എഫ് ഡാഷ് ഓഫ് 1 എന്താണ്? എഫ് ഡാഷ് ഓഫ് 1/2 എഫ് ഡാഷ് ഓഫ് 1 എന്താ മക്കളെ? 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാവുക? എഫ് ഡാഷ് ഓഫ് 1/2 ഇത് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് അവിടെ ഇത് 1/2ലാണ്, ഇത് 1ലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അത് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യും, 1 or 2 വട്ടം, അതായത് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യും. പിന്നെ മീൻസ് ഇവിടെ തുടങ്ങിയിട്ട് വേണ്ടി തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ എത്തണമല്ലോ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടോ? അതിന്റെ ഇടയിൽ ഇനി ഒന്നിൽ കൂടുതൽ ഇൻക്രീസോ ഡിക്രീസോ എന്തായാലും ഉണ്ടാവും. പറഞ്ഞു വരുന്നത് ഈ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ബിക്കോസ് എഫ് ഡബിൾ ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പിന്നെ ഈ പറഞ്ഞ പോയിന്റ്സിൽ രണ്ടിലും 1/2നും 1നും ആൻസർ സെയിം ആണെങ്കിൽ 0 ആണ് കിട്ടിയതെങ്കിൽ 1/2നും 1ന്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും അത് എന്ത് ചെയ്യും? പിന്നെ എക്സ് ആക്സിന് പാരലായിരിക്കും. റെഡി? ഏതെങ്കിലും പോയിന്റിലെ ടാൻജന്റ് എക്സ് ആക്സിന് പാരലാവും കിട്ടുക. അതേപോലെ 1ന്റെ 3/2ന്റെ ഇടയിലും ഇതാണ് സിറ്റുവേഷൻ. താഴത്തേക്ക് പോകേണ്ട മുകൾക്ക് പോകേണ്ട ഒന്നും എനിക്ക് അറിയില്ല മക്കളെ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 1/2 എഫ് ഡാഷ് ഓഫ് 1ഉം 0 ആണ്. അതേപോലെ എഫ് ഡാഷ് ഓഫ് 1ഉം എഫ് ഡാഷ് ഓഫ് 3/2 0 ആണ്. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ
എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താവും, അത് ഒരു പീക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഡൗൺ കഴിഞ്ഞിട്ടോ തിരിച്ച് കയറി ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. സോ ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും അത് എന്താ ചെയ്യുന്നുണ്ടാവും, എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ് വരച്ച ടാൻജന്റ് എക്സ് ആക്സിന് പാരലൽ ഉണ്ടാവും. എഫ് ഡാഷ് എക്സിന് വരച്ച ടാൻജന്റ് ആരാ, എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലേ. കിട്ടിക്കണമെന്ന് അറിയില്ലടാ. സോ അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും മക്കളെ, രണ്ടെണ്ണെങ്കിലും, രണ്ട് വട്ടെങ്കിലും എക്സ് ആക്സിന് പാരലൽ ആയിട്ടുണ്ടാവും ആരെ ഗ്രാഫ്, ആരെ ടാൻജന്റ്, എഫ് ഡാഷ് എക്സിന് വരച്ച ടാൻജന്റ് വിച്ച് മീൻസ് എഫ് ഡബിൾ ഡാഷ് എക്സ്. കിട്ടുന്ന വിചാരിക്കണടാ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈവ് സെഷനിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യാം കാര്യങ്ങളൊക്കെ. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് സ്ക്വയർ മൈനസ് 70x പ്ലസ് ലാംഡ ഒരു പോസിറ്റീവ് റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ 1. ഓക്കെ ഓക്കെ, ഇനി എന്താ പറയുന്നത്, ആൽഫ ബീറ്റ വേർ വൺ ഓഫ് ദ റൂട്ട് ഈസ് ലെസ് ദാൻ 10. ഒരു റൂട്ട് എന്താണ് 10നേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫുള്ള് കഴിയായിട്ട് ഫുള്ള് വായിച്ചോളൂ, എനിക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല. പ്ലസ് ലാംഡ ഈക്വൽ 0. ഒരു റൂട്ട് എന്താണ് 10നേക്കാൾ കുറവാണ്. പിന്നെ ലാംഡ ബൈ 2 ലാംഡ ബൈ 3 എന്താണ് ഇൻഡിജേഴ്സ് അല്ല മക്കളെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ, അപ്പോൾ ആൽഫയും ബീറ്റയും കാണാനാണ് നമ്മൾ ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആൽഫ പ്ലസ് ബീറ്റ അത് തന്നെ യൂസ് ചെയ്യണം. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 70 ആണ്. ആൽഫ ബീറ്റയുടെ വാല്യൂ എന്താണ്, പിന്നെ ഡാംഡ് ആണ്. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി പറയണത് പോസിറ്റീവ് ആൽഫ ബീറ്റ. ഇനി വേറെ കണ്ടീഷൻസ്, ഒരു റൂട്ട് മക്കളെ 10ൽ കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റൂട്ട് 10ൽ കുറവാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലോ നമ്മൾ പോകേണ്ടി വരാം അല്ലേ, 10ൽ കുറവ് എന്നുള്ള രീതിയിൽ. എടാ ആൽഫയും ബീറ്റ പോസിറ്റീവ് റൂട്ട്സ് ആണെന്ന് പറയുന്നത്, പോസിറ്റീവ് റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കളെ ലാംഡ ബൈ 2 ലാംഡ ബൈ 3 എന്താവണമെന്ന് പറയണടാ, ആർ നോട്ട് ഇൻഡിജേഴ്സും കൂടെ പറഞ്ഞിരിക്കണം. ഓക്കെ, പോസിറ്റീവ് റൂട്ട്സ് ആണ്. അത് നമുക്ക് സം ഓഫ് ദ റൂട്ട്സ് ഇതാണെങ്കിൽ 70. എനിക്ക് അതിലൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്തായാലും. പിന്നെ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 70 ആണ്, ആൽഫ ബീറ്റ ലാംഡ ആണ്, അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ ഒരു റൂട്ട് 10ൽ കുറവാണെന്ന് പറഞ്ഞിരിക്കണം. 10ൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാച്ചുറൽ നമ്പേഴ്സ് ആണോ, അതാണ് അവിടുത്തെ ഒരു ചോദ്യം അടുത്തതല്ല. ആ ഒരു ക്ലാരിറ്റി വരാണ്ട്. ഇൻഡിജർ മീൻസ് ലാംഡ ബൈ 2 ലാംഡ ബൈ 3 എന്താവരുതെന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആവരുതെന്നാണ് പറഞ്ഞത്. ഞാൻ പോസിബിലിറ്റികൾ ഒന്ന് ട്രൈ ചെയ്യാം മക്കളെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 70 അത് പറ്റൂലല്ലോ അല്ലേ, കാരണം അത് കോഡാഡ് ഇക്വേഷൻ ആവില്ല. അപ്പോൾ ലാംഡ 0 ആയി പോകും. പിന്നെ അപ്പോൾ 1ഉം 16 ആണ്. അപ്പോൾ 1/2 പറ്റൂല എന്നുള്ള ചോദ്യത്തിനാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. ഏതോ ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും എങ്ങനെ നമുക്ക് ഇങ്ങൊന്ന് പോയി നോക്കാം. 1ഉം 16 ആണ്, അത് പറ്റും. കാരണം 9ഉം 61 വരെയുള്ള എല്ലാ കേസും പറ്റും മക്കളെ. 9ഉം 61 വരെയുള്ള എല്ലാ കേസും പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ട് 10ൽ കുറവാന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിന്റെ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ കേട്ടോ. പിന്നെ എന്തും കൂടെയാണ് പറയേണ്ടത്, ലാംഡ ബൈ 2 ലാംഡ ബൈ 3 എന്താവരുത്, ഇൻഡിജേഴ്സ് ആവരുതെന്ന് പറയണം. മീൻസ് മക്കളെ അപ്പോൾ അത് നോട്ട് ഇൻഡിജേഴ്സ് പറയണം. അപ്പോൾ ആർ നോട്ട് ഇൻഡിജേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 69 പറ്റൂല. കാരണം എന്താ വെച്ചാൽ 1 × 69 ചെയ്താൽ 69 ആണ് കിട്ടുക. 69 എന്താണടാ, ഇൻഡിജർ ആണ്, മീൻസ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്തതാണെങ്കിൽ 2ഉം ഇതും വരുമ്പോൾ 2ഉം 68ഉം വരുമ്പോഴും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ടല്ലോ, അപ്പോൾ 2 × 68 ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഡിവിസിബിൾ ആവും. 3 എന്തായാലും പറ്റൂല, കാരണം 1ൽ 3 ഉണ്ടല്ലോ. 4 പറ്റൂല. 5 പറ്റുമോ, 5 അത് നോക്ക്, 5ഉം 65ഉം പറ്റുമോ. 65 3 കൊണ്ട് ഡിവിസിബിൾ അല്ലല്ലോ, അല്ല, അത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ 5ഉം അല്ല, അപ്പോൾ രണ്ടാൾ വരില്ല. മറ്റേ 2 കൊണ്ട് ഡിവിസിബിൾ. 565 കോമ്പിനേഷൻ പറ്റും മക്കളെ. 6 പറ്റൂല. 7ഉം 63ഉം പറ്റൂല. കാരണം 7ഉം 63ഉം വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 7 ഡിവിസിബിൾ അല്ല, പക്ഷേ 63 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8ഉം ഇല്ല, പറ്റില്ല, കാരണം 8 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ 9 3 കൊണ്ട് ഡിവിസിബിൾ. അപ്പോൾ ഇതന്നെ കോമ്പിനേഷൻ. പക്ഷേ എന്ത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുള്ള എനിക്ക് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും ഞാൻ ആ രീതിയിൽ പോകാൻ മക്കളടാ. അതായത് ഒന്ന് ആൽഫ 5 കൊടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ഒന്നും സിമെട്രിക്കലുള്ള സാധനം ചോദിച്ചിട്ടുണ്ടോ, അതാണ് അപ്പോൾ പറയും. പിന്നെ ആൽഫ -1 എന്ന് പറയുമ്പോൾ 5 - 1 റൂട്ട് 4 വരും. മറ്റേത് റൂട്ട് 64 വരും. ഓപ്ഷൻസ് അതിന് മാച്ചിങ് ആണ്. കാരണം അതേപോലെ 65 - 5 അല്ലേ വരിക, 65 - 5 60 വരുമല്ലോ. അപ്പോൾ ആൻസർ 2 വരും മക്കളെ. ഇവിടെ റൂട്ട് 64 8 വരും, ഇത് ബൈ 60 എന്ന് വരും. സോ 10/60 10/60 എന്ന് പറയുമ്പോൾ അയ്യോ പിന്നെ പറയും 10/60 തന്നെ അല്ലേ, 1/6 ആണ് വരേണ്ടത് അല്ലേ. കാൽക്കുലേഷൻ മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ റൂട്ട് 4 റൂട്ട് 64 എന്ന് പറയുമ്പോൾ 8 റെഡി. പിന്നെ ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയുടെ വരിക, 5 - 65 തന്നെയല്ലേ വരിക. അപ്പോൾ -60 മോഡലേഴ്സ് എടുക്കുമ്പോൾ 60 വരും. അപ്പോൾ 2 + 8 മക്കൾ അതും കൂടെ ഒന്ന് ഉറപ്പിച്ചാൽ എനിക്ക് 10/16 1/6 ആണ് എനിക്ക് കിട്ടുന്നത്, 1/60 അല്ല 1/6. ഇനി ഇതിൽ ക്ലാരിറ്റി കുറവുണ്ടോ എന്നുള്ള അറിയില്ല. നമ്പേഴ്സ് കണ്ടിട്ട് റൂട്ടുകളൊക്കെ കണ്ടിട്ട് ആ രീതിയിൽ തന്നെയാണ് നമ്പേഴ്സ് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ 5ഉം 65 നല്ലൊരു കോംബോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വർക്കാണ്. 5 65 എടുക്കുമ്പോൾ ഒന്നും കൂടെ റൂട്ട് 4 2 ആണ് വരിക, റൂട്ട് 64 വരുമ്പം 8 ആണ് വരിക അല്ലടാ. 8 2ഉം 8ഉം 10 യെസ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ഇനി എന്ത് ചെയ്യേണ്ടത് മക്കളെ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയും. കോൺസെപ്റ്റ് തന്നെയുള്ളൂ. എനിക്ക് അതിലും ഒരു എന്താ പറയുക ആൽഫയും ബീറ്റയും നാച്ചുറൽ നമ്പേഴ്സ് ആവണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, എന്താ ചോദ്യം 20m
എം ഇസ് ദ മീഡിയൻ. ഓക്കെ, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, മീഡിയൻ കാൽക്കുലേറ്റ് മറ്റേ കുറച്ച് ലെങ്തി പരിപാടി ഇല്ലടാ, മനസ്സിലായില്ലേ? 0.4 0.4 അടുത്തത് 4.8 8.12 12.16 അടുത്തത് 16.20 6.87 6.87 പിന്നെയോ 4.2. മക്കളെ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഓർമ്മ ഉണ്ട്. അതായത് ഇത് XI ആണ്, ഇത് FI ആണ്. നമുക്ക് ആദ്യം എന്ത് വേണം, മീഡിയൻ ക്ലാസ് ഏതാണെന്നുള്ള തീരുമാനിക്കണം. മീഡിയൻ ക്ലാസ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഏത് വേണം, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. സോ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം 2 അല്ലേ, 2 + 4 6 6 + 1 13 13 പ്ലസ് ഇത് എത്ര വരാം, 13 + 8 എന്ന് പറയുമ്പോൾ 21 21 + 6 എന്ന് പറയുമ്പോൾ 27. സോ 27 ഡാറ്റാസ് ഉണ്ട്, ടോട്ടൽ ഡാറ്റാസ് ആണ് 27 ആണ്. അപ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി 27 ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം 13.5 വരുന്ന ഡാറ്റ സെറ്റ് ആയിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ 13.5 13 കഴിഞ്ഞാൽ പിന്നെ ഇതിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഏതടാ ഇത് മക്കളെ മീഡിയൻ ക്ലാസ്. റെഡി അല്ലേ? അതായത് മീഡിയൻ വരുന്നത് 27 ഡാറ്റാസ് ആണ് ടോട്ടൽ ഉള്ളത്. 27 ഡാറ്റ വരുന്നുണ്ടെങ്കിൽ 13ാമത്തേന്റെയും 14 അതും കൂടെ പറയട്ടെ, ഒരു മിനിറ്റ്. മീഡിയൻ 27 ഡാറ്റാസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ ആൾക്കാർ അപ്പൊ എത്ര ഇട വരിക, 13ാമത്തെ നടുവിലുള്ള ആള് 14ാമത്തെ ആളായിരിക്കും അല്ലെ. അപ്പോൾ നടുവിലുള്ള ആള് നടുവിൽ വരുന്ന ആള് 14ാമത്തെ ആളായിരിക്കും. 14ാമത്തെ ആള് വരുന്നത് അതാണ് ഞാൻ നേരത്തെ 13.5 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. 14ാമത്തെ ആള് വരുന്നത് ഏത് ക്ലാസ്സിലാണ് ഉണ്ടാവുക, ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. റെഡി അല്ലേ? സോ നമ്മൾ മീഡിയൻ ക്ലാസ് ലൈ ചെയ്യുന്നത് ഏതാണ്, 12 തൊട്ടിട്ട് 16 വരെയുള്ള ഇതാണ്. അതാണ് മീഡിയൻ ക്ലാസ്. ഇത് നമ്മൾ മീഡിയൻ ക്ലാസ്. നമ്മൾ മീഡിയൻ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. M = പറഞ്ഞോളൂടാ, L + n/2 - C / F × H അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീഡിയൻ കാണാൻ L ആണ്, ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്, ദാറ്റ് ഈസ് 12 പ്ലസ് n/2 ടോട്ടൽ ഡാറ്റാസിന്റെ എണ്ണം, അത് 27/2 13.5 മൈനസ് C, അതായത് തൊട്ട് മുന്നിലുള്ള ക്ലാസിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഇവിടെ 13 ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി 8 ഇൻറ്റു H, ക്ലാസിന്റെ വിടുത്തട, ക്ലാസിന്റെ വിടുത്ത് എത്ര മക്കളെ 4. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് ഇവിടെ 2 ആവും. പിന്നെ 12 + 13.5 ഇത് പോയാൽ 0.5 0.5/2 അട, 0.5/2 1/4 മക്കളെ, 12 + 1/4 എന്ന് വരും. ഇൻറ്റു 20 എന്തോ അല്ല ചോദിച്ചത്, 20 ആണ് ചോദിച്ചത്. അപ്പോൾ ഇൻറ്റു 20 അടിക്കുമ്പോൾ ഇത് 120 വരും. പിന്നെ മറ്റേതാണെങ്കിൽ 3 വരും അല്ലേ. 12/4 3 മക്കളെ, ആൻസർ 1 2 3. കാൽക്കുലേഷൻ എന്തെങ്കിലും പാളിയണമെന്ന് അറിയില്ല, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതൊക്കെ ഇതാണല്ലോ. പിന്നെ ഇൻറ്റീജർ ടൈപ്പ് ആണ്, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യായിരുന്നു. 1 2 3 ആണ് കിട്ടിയത്. ഓക്കെ, റെഡി. 1 2 3 ടൈപ്പ് ചെയ്യുമ്പോൾ രസം ഉണ്ടാവില്ലടാ. 1 2 3 കാൽക്കുലേഷൻ നോക്കണേ കേട്ടോ, വേറെ സീനുകളൊന്നും ഇല്ല. ഓക്കെ, അടുത്തത് ഒരു സെറ്റ് തന്നിട്ടുണ്ടടാ. നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു ക്യാൻ ബി എക്സ്പ്രസ്ഡ്. ഓക്കെ, അതായത് മക്കളെ ഒരു സെറ്റ് എ ഉണ്ട്. ഇഫ് നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു പവർ സെറ്റ് ഓഫ് എ. ഓക്കെ, പവർ സെറ്റ് ഓഫ് എയിൽ എത്ര പേരാണുള്ളത്, 1 2 3 4 5. അപ്പൊ 7 പേരാണുള്ളത്. പവർ സെറ്റ് ഓഫ് എയിൽ എത്ര പേരുണ്ടാവുക അറിയാം. പവർ സെറ്റ് ഓഫ് എയിൽ പറഞ്ഞോ, പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് അല്ലെ. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്, അറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര 2 പോരട്ടെ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, അപ്പൊ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 സബ്സെറ്റ്സ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് 2/7 ആവും എന്തുണ്ടാവുക, ഏതിലുണ്ടാവുക മക്കളെ, സെക്കൻഡ് സെറ്റിലുണ്ടാവും. റെഡി അല്ലേ? കാരണം ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റ്സും കൂടെ എഴുതി ഒരു സെറ്റിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. അപ്പോൾ എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 7 ആണെങ്കിൽ പവർ സെറ്റിൽ എത്ര ഉണ്ടാവും മക്കളെ, 2/7 ഉണ്ടാവും. അത്രയും എലമെന്റ്സ് ഉണ്ടാവും. ഇനി എന്താ ചോദിച്ചത്, ഇവിടുന്ന് ഇവിടെ അപ്പൊ നമ്മൾ തിയറി അറിയാം. ഇവിടെ m എലമെന്റ്സ് ആണ്, ഇവിടെ n എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എത്ര, n/m ആണ്. തിയറികൾ അറിയാം, റീസൺസ് ഒക്കെ അറിയാം. ഓരോന്നും പോകാനുള്ള ഇവിടുത്തെ ഏതൊരാളെടുത്താലും അയാൾക്ക് n ഓപ്ഷൻസ് ഉണ്ടാവും അങ്ങോട്ട് പോകാനുള്ള. റെഡി? അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ, അപ്പൊ അതേ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇതാണ് ഇവിടെയുള്ള ടോട്ടൽ ഫംഗ്ഷൻ 2/7 all/7. റെഡി അല്ലേടാ? ക്ലിയർ ആണല്ലോ? വിച്ച് മീൻസ് മക്കളെ 2/7 × 7 നമ്മളെ 2/7 × 7. ഇനി എമ്മിന്റെ എന്നിന്റെ കണ്ടി m is ലീസ്റ്റ് ഇൻറ്റിജർ. m ലീസ്റ്റ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞേക്കണം. അതായത് 2ന്റെ അപ്പുറത്തേക്ക് അപ്പൊ 2/49 എന്നാ വരിക. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഏതെങ്കിലും ചെയ്യാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ. വിച്ച് മീൻസ് m ഉം n 2 + 49 ദാറ്റ് മീൻസ് 51 ആൻസർ ഉണ്ടാവും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല. അതായത് ഇതിൽ ഇങ്ങനെ തന്നെ അല്ല വന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ന് അറിയിച്ചേക്കണം. ഓക്കെ, അതായത് ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്കുള്ള നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആണ് ചോദിച്ചത്.
പിന്നെ എം ഇസ് ദ ലീസ്റ്റ് ഇൻഡിജർ, അതായത് മക്കളെ അത് കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഏത് ഫോമിലാണ്? എം റേഷ്യോ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ 2ന്റെ അപ്പുറത്തേക്ക് 2ന്റെ താഴത്തേക്ക് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല. വേറെ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? പവർ മാറ്റി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നോക്കാമായിരുന്നു. ഓക്കെ, വേറെ സീനില്ല. എൻ്റെ കണ്ട് മാത്രമേ ഉള്ളൂടാ. അതായത് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി സാധനം സെറ്റ് തന്നെയാണോ എന്നുള്ളത് കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും അതിലില്ലടാ. അപ്പോൾ പിന്നെ മക്കളെ അപ്പോൾ കഴിഞ്ഞിരിക്കണമല്ലോ, കഴിഞ്ഞിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഏത് പേപ്പറാണെന്നറിയോ? പിന്നെ ഇതിപ്പോൾ ഇതിലടാ 30th ഫസ്റ്റ് മോർണിംഗ് സെഷൻ ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഉഷാറാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.